ഉച്ചത്തിൽ പറഞ്ഞ് ഹല്ലേലൂയ ഹല്ലേലൂയ. മൊബൈലിലും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ മണിക്കൂറുകൾ എന്തിനാണ് ഫേസ്ബുക്കിൽ കളയണത് എന്ന് വിചാരിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട അച്ഛനാണ് ഞാൻ. അതുകൊണ്ട് 2014 വരെയൊക്കെ ഞാൻ കുറച്ചൊക്കെ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി കുറച്ചൊക്കെ ഉപയോഗിച്ചിരുന്നു. വചനമൊക്കെ പ്രസംഗിക്കാൻ വേണ്ടി ഫേസ്ബുക്കും പിന്നെ ഇതൊക്കെ ഉപയോഗിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞത് അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല, അതെനിക്ക് അറിയുമില്ല, അതൊക്കെ ആരും. പിന്നെ അതിനകത്ത് പച്ചത്തേറി വിളിച്ചു പറയുകയും ചെയ്യും. അത് വേറൊരു മേഖല. ഫ്രൈസർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ തെറിയൊന്നും കേൾക്കാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഞാനത് നിർത്തി. 2014 ഞാനത് നിർത്തി. ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പം എല്ലാ രാജ്യങ്ങളിലും ചെല്ലുമ്പോൾ ഞാൻ നോക്കുമ്പം കണ്ടൊരു കാഴ്ച, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നവരും ധ്യാനം കൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെല്ലാവരും തന്നെ അത് നിർത്തി. അവർ പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, ബൈബിൾ വായിക്കുക, ഇച്ചിരി സമയം കിട്ടിയ ബൈബിൾ വായിക്കുക, പള്ളിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കുക, യേശുവേ പിതാവിനോട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ അത് ചെയ്യുന്ന കാര്യം അത് അവർക്ക് താല്പര്യമില്ല. എനിക്ക് താല്പര്യമില്ല. അതുപോലെ തന്നെ സെയിം മെൻറ്റാലിറ്റി അവർക്കും. ഞാൻ അവരുടെ മക്കളെക്കുറിച്ച് ചോദിച്ചപ്പം അവരുടെ മക്കളോടും പറഞ്ഞിരിക്കുകയാണ്, ഒരെണ്ണം തൊട്ട് പോകരുത്, ഫേസ്ബുക്കൊന്നും ആരും ഓപ്പൺ ചെയ്യേണ്ട, അക്കൗണ്ടൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ് നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന നല്ല കുടുംബത്തിലെ പിള്ളേരോടും അതിനെക്കുറിച്ച് പ്രോത്സാഹിപ്പിക്കുന്നില്ല. പ്രൈസ്. നല്ല എഴുതാൻ കഴിവുള്ള ഒരു ചേട്ടൻ എനിക്കറിയാം. ആ ചേട്ടൻ ഇതുവരെ ഫേസ്ബുക്ക് അക്കൗണ്ട് എടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മകൻ +2 ആയിട്ടുണ്ട്. ഇതുവരെ അദ്ദേഹത്തിൻ്റെ മകനും, അപ്പൻ നല്ല പ്രാർത്ഥനയൊക്കെ ആയത്, മകനും അതേപോലെ നല്ല പ്രാർത്ഥന തീഷ്ണത. അതുകൊണ്ട് മകനും ഫേസ്ബുക്ക് അധികം എടുത്തിട്ടില്ല. അധികം ചെറിയ അക്കൗണ്ടുണ്ട് മകന്, പക്ഷെ അധികം സമയം ചെലവഴിക്കുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം ഇങ്ങനെയാണ്, നല്ല പ്രാർത്ഥനയുള്ളവരും ദൈവകൃപയുള്ളവരും ജ്ഞാനത്തോടെ സംസാരിക്കാൻ കഴിവുള്ളവരും ആ ഭാഗത്ത് നിങ്ങൾ പിന്മാറിയപ്പോൾ അവിടെ എന്തായി? ചീത്ത വിളിക്കുന്നവരും ദുഷിക്കുന്നവരും നിഷേധിക്കുന്നവരും ദൈവനിഷേധികളും നിരീശ്വര ചിന്തക്കാരും കയ്പും വെറുപ്പുള്ളവരെല്ലാം കൂടിയിരുന്ന് കൂട്ടമായിട്ട് എഴുതാൻ തുടങ്ങി. അതിനിടയ്ക്ക് നല്ല കാര്യങ്ങൾ ആരെങ്കിലും എഴുതിയ അയാളെ ഇല്ലാതാക്കി കളയും. അതേപോലൊരു അന്തരീക്ഷം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഈ അടുത്ത കാലത്ത് ശ്രദ്ധിക്കുകയുണ്ടായി. ആ സമയത്ത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, എന്താണ് ഇതിനെക്കുറിച്ച് സ്വർഗത്തിൻ്റെ താല്പര്യം? ദൈവവചനത്തിൽ ഇതിനെക്കുറിച്ച് എന്താണ് പറയണത്? ദൈവജനം എന്തു ചെയ്യണം? ദൈവജനം ചെയ്യാൻ റെഡിയാണ്, പക്ഷെ ദൈവജനം എന്തു ചെയ്യണമെന്നാണ് അങ്ങ് ആഗ്രഹിക്കുന്നത് എന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവിൻ്റെ സന്നിധി പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വചനഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 46:9 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും വാർദ്ധക്യം വരെ അത് നിലനിൽക്കുകയും ചെയ്തു. അവൻ മലമ്പ്രദേശം കൈയടക്കി മക്കൾക്ക് അവകാശമായി നൽകി. ഇന്ന് നമ്മൾ മക്കൾക്ക് അവകാശമായി നൽകേണ്ടത് കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ്. പല കുടുംബങ്ങളിലും കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതയാണ്. കാലബ് മക്കൾക്ക് അവകാശമായി കൊടുത്തത് മലമ്പ്രദേശങ്ങൾ കൈയടക്കി വലിയ പൈതൃകം അവർക്ക് കൊടുത്തിട്ടാണ് കാലബ് പോണത്. അവൻ്റെ ശക്തി, നമുക്ക് വയസ്സായി കഴിഞ്ഞാൽ ശക്തി കുറയും. റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ 50% പോയി. അത് കഴിഞ്ഞ് 70 വയസ്സായി കഴിഞ്ഞാൽ വീണ്ടും പോയി. 80 വയസ്സായി വീണ്ടും പോയി. ഏറ്റവും അവസാനം നെല്ലൊഴിഞ്ഞ ചാക്കുപോലെയാവും പലരുടെയും സ്ഥിതി. വാഴക്കൊല വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാഴപ്പിണ്ടിക്ക് എന്താ കാര്യം എന്നാവും പിന്നെ ചിലർ ചോദിക്കുന്നത്. അങ്ങനെ പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അങ്ങനെ പ്രായമായി കഴിയുമ്പോൾ വില കുറയുന്ന രീതിയാണ് ചില സ്ഥലത്തുള്ളത്. എന്നാൽ കാലബിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. കാലബിന് വയസ്സാകും തോറും വില കൂടിക്കൊണ്ടിരുന്നു. അവന് ശക്തി വർദ്ധിച്ചുകൊണ്ടിരുന്നു. അവൻ വാർദ്ധക്യം വരെ, അതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറഞ്ഞാണ് വയസ്സായപ്പോഴാണ് കൂടുതൽ ശക്തി കർത്താവ് കൊടുത്തത്. പ്രഭാഷകൻ 46:9 പഠിപ്പിക്കുകയാണ്, കർത്താവ് കാലബിന് ശക്തി കൊടുക്കുകയും വാർദ്ധക്യം വരെ നിലനിൽക്കുകയും ചെയ്തു. മോശേനെ കുറിച്ച് പറയുകയാണ്, അവൻ്റെ കണ്ണ് തിളങ്ങി വയസ്സായി കഴിഞ്ഞപ്പം. നമ്മുടെ കണ്ണ് തിളങ്ങി എന്ന് പറഞ്ഞാൽ കണ്ണിലേക്ക് നോക്കിയാൽ സൂര്യനിലേക്ക് നോക്കുന്ന പോലെയാണ്. അവൻ്റെ കണ്ണുകൾ തിളങ്ങി. കാലബിന് വാർദ്ധക്യത്തിൽ ശക്തി വർദ്ധിച്ചു. അവൻ മലമ്പ്രദേശങ്ങൾ കൈയടക്കി അത് മക്കൾക്ക് അവകാശമായി കൊടുത്തു. എന്താ കാലബിന് ഇങ്ങനെ ശക്തി ഉണ്ടാകാൻ കാരണം?
ദൈവമാണ് ശക്തി കൊടുത്തത്. എന്തുകൊണ്ടാണ് കാലബനോട് മാത്രം ഇങ്ങനെ ചെയ്യണത്? അതിന് തൊട്ട് മുകളിൽ പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 7ഉം 8ഉം തിരുലിഖിതങ്ങൾ. പ്രഭാഷകൻ്റെ പുസ്തകം 46-ാം അധ്യായം 7ഉം 8ഉം തിരുലിഖിതങ്ങൾ. എന്താ അവരുടെ പ്രത്യേകത? എന്താ അവരുടെ പ്രത്യേകതയെക്കുറിച്ച് ആ ബൈബിൾ വാചനം ഒന്ന് ഉറക്കെ വായിച്ചു നോക്കിയേ. മോശയുടെ കാലത്ത് ഈ 6 ലക്ഷം യോദ്ധാക്കളിൽ ഇവർ 2 പേർ മാത്രമേ അവശേഷിച്ചുള്ളൂ. ആര് 2 പേര്? ഉറക്കെ പറ. ജോഷുവായും കാലബും. ജോഷുവായും 6 ലക്ഷം യോദ്ധാക്കളുണ്ടായിരുന്നാണ് ഇസ്രായേൽക്കാരിൽ. ബാക്കി ഇവർ 2 പേരൊഴിച്ച് ബാക്കി എല്ലാവരും മരിച്ച് അവരുടെ ശവശരീരങ്ങൾ മരുഭൂമിയിൽ വീഴുന്നത് വരെ ദൈവം അവർ കാനാൻ നാട്ടിൽ പ്രവേശിക്കാൻ അനുവദിച്ചില്ല. ബാക്കി എല്ലാവരും അവരുടെ കൂടെ ഉണ്ടായിരുന്ന 20 വയസ്സിന് മുകളിലുള്ള യോദ്ധാക്കളെല്ലാം മരിച്ചു കഴിഞ്ഞിട്ടാണ് ഇവർ 2 പേര് മാത്രമാണ് കാനാൻ നാട്ടിൽ പ്രവേശിക്കാൻ ദൈവം അനുവദിച്ചത്. ഇവർക്ക് 2 പേർക്ക് ശക്തി കൊടുത്തുകൊണ്ടിരുന്നു. എന്താ ഈ 2 പേരുടെ പ്രത്യേകത? അവരൊക്കെ എല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ട ജനമല്ലായിരുന്നോ? എല്ലാവരും ദൈവമാണ് നയിച്ചുകൊണ്ടിരുന്നത്. നമ്മളെല്ലാവരും തിരഞ്ഞെടുക്കപ്പെട്ടവർ, നമ്മളെല്ലാവരും ദൈവം തന്നെ നയിക്കുന്നത്. നമ്മൾ മാമോദിസവും ഒക്കെ ശരി തന്നെയാണ്. അതുപോലെ തന്നെ അവരെല്ലാവരും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. അവരെല്ലാവരും ദൈവം തന്നെയാണ് ഈജിപ്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. അവരെല്ലാവരും ദൈവം തന്നെയാണ് മരുഭൂമിയുടെ നയിച്ച് അവിടെ വരെ എത്തിച്ചത്. പക്ഷേ ബാക്കി എല്ലാവരും മരിക്കുന്നത് വരെ അവിടെ നിന്ന് നീങ്ങാൻ പറ്റിയില്ല. ഇവർ 2 പേരെ മാത്രം ദൈവം ശക്തിപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്താ അവരുടെ പ്രത്യേകത? അതാണ് നമ്മൾ വായിച്ചത്. അത് വായിച്ചു നോക്കിയേ. 7-ാമത്തെ വാക്യം. മോശയുടെ കാലത്ത് അവർ ഒരു വിശ്വസ്ത കർമ്മം അനുഷ്ഠിച്ചു. യെഫുന്നയുടെ പുത്രൻ കാലബിനോടൊത്ത് സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. സമൂഹത്തെ ഒന്നാകെ നേരിട്ടു. എന്താ സമൂഹത്തിൻ്റെ പ്രശ്നം? ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സംഖ്യയുടെ പുസ്തകത്തിലേക്ക് പോകണം. സംഖ്യയുടെ പുസ്തകത്തിൽ 13ഉം 14ഉം അധ്യായങ്ങളിലാണ് അതിൻ്റെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ സാധിക്കുന്നത്. സംഖ്യയുടെ പുസ്തകം 13ഉം 14ഉം അധ്യായങ്ങൾ. ദൈവജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് അങ്ങനെ കാനാൻ നാട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഓൺ ദ വേ വഴിമധ്യേ ജെറീക്കോ എന്ന ഒരു ദേശത്തെ കീഴടക്കി അതിൽ കൂടെ കടന്നു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ജെറീക്കോ കീഴടക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുമോ ഇല്ലയോ എന്ന് നിരീക്ഷിക്കാൻ വേണ്ടി 40 നിരീക്ഷകരെ തെരഞ്ഞെടുത്ത് മോശ ജെറീക്കോ രാജ്യത്തേക്ക് അയച്ചു. അതിനെക്കുറിച്ചാണ് 13-ാം അധ്യായം 25 തൊട്ട് 29 വരെ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. സംഖ്യ 13-ാം അധ്യായം 25 തൊട്ട് 29 വരെ വാക്യങ്ങൾ. 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങിയെത്തി. അവർ പരാൻ മരുഭൂമിയുള്ള കാദേശിൽ വന്ന് മോശയെയും അഹ്റോനെയും ഇസ്രായേൽ മുഴുവനെയും വിവരം അറിയിച്ചു. ആ ദേശത്തെ പഴങ്ങൾ കാണിക്കുകയും ചെയ്തു. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാനും തേലും ഒഴുകുന്നതാണത്. ഇതാ ഇവിടുത്തെ പഴങ്ങൾ. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. പട്ടണങ്ങൾ വളരെ വിശാലവും കോട്ടകളാൽ ചുറ്റപ്പെട്ടതുമാണ്. മാത്രമല്ല അനാക്കീമിൻ്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അനാക്കീമിൻ്റെ വർഗ്ഗക്കാരെയും ഞങ്ങൾ അവിടെ കണ്ടു. ഇത് അവരവിടെ കണ്ട കാര്യം ഒന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. പിന്നെ അതിനുശേഷം ഇവർ കിംവദന്തികൾ പറഞ്ഞങ്ങോട്ട് പരത്തി, ജനങ്ങളെ മുഴുവൻ ഇളക്കി. അതെ, അങ്ങോട്ട് പോകണ്ട, അങ്ങോട്ട് പോയാൽ നശിക്കും, അവർ നമ്മളെ വിഴുങ്ങിക്കളയും, നമ്മുടെ എല്ലാം നഷ്ടപ്പെട്ടു പോകും, അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങോട്ട് പോകരുത്, ഇങ്ങനെ അവർ ജനങ്ങളുടെ ഇടയിൽ ഈ 40 പോയവർ തെറ്റായ വാർത്ത കൊടുത്തു, കിംവദന്തി പ്രചരിപ്പിച്ചു. തെറ്റായ വാർത്ത, കൃപയില്ലാത്ത വിധമുള്ള സംസാരം അവർ ചെയ്ത് ഉടനെ ജനങ്ങളെല്ലാം ഭയചകിതരായി.
ജനങ്ങൾ അയ്യോ പൊത്തോന്ന് നിലവിളിക്കാൻ തുടങ്ങി. അവർ പറഞ്ഞു, അയ്യോ അവർ നമ്മളെ കൊല്ലും, അവർ നമ്മളെ വിഴുങ്ങിക്കളയും, നമുക്ക് പോകണ്ട, നമുക്ക് പോകണ്ട. ജനങ്ങളെ മുഴുവനും ഭയം ഗ്രസിച്ച്. അതാണ് 30, 31 തിരുലിഖിതങ്ങൾ, 13-ാം അധ്യായം 30, 31 തിരുലിഖിതങ്ങൾ. അങ്ങനെ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഭയന്ന് നിലവിളിക്കാൻ തുടങ്ങിയപ്പോൾ ഈ 2 പേര് എഴുന്നേറ്റ് നിന്നു, ജോഷുവയും കാലബും. അതാണ് അവരുടെ പ്രത്യേകത. മോശയ്ക്ക് ചുറ്റും കൂടിയ ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലബ് പറഞ്ഞു, നിശബ്ദരാക്കിയിട്ട് പറഞ്ഞാൽ അത്രയും ഒച്ചപ്പാടും കോലാഹലം ഉണ്ടായി അവിടെ. ഇതൊക്കെ ആകെ കൺഫ്യൂഷൻ ഉണ്ടാക്കി കളഞ്ഞു. അപ്പോൾ ഇവർ 2 പേരും എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സൈലന്റ്, എല്ലാവരും നിശബ്ദരാകാൻ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മളെക്കാൾ ശക്തന്മാരാണ് എന്ന് അവനോടുകൂടെ പോയിരുന്നവർ അഭിപ്രായം. മറ്റ് 38 പേര് നേരെ തിരിച്ചു പറഞ്ഞു, അയ്യോ അങ്ങോട്ട് പോകരുത്, പോയാൽ നമ്മളെ കൊല്ലും, നമ്മൾ ഒരു പൊടി പോലും ബാക്കി വെച്ചേക്കില്ല, അനാക്കീമിന്റെ മക്കൾ അവിടെയുണ്ട്. ഇങ്ങനെയൊക്കെ അവർ ഭീതിപ്പെടുത്തുന്ന തെറ്റായ വാർത്ത അവർക്ക് അങ്ങോട്ട് കൊടുത്തു. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 32, 33 തിരുലിഖിതങ്ങൾ, 32, 33 തിരുലിഖിതങ്ങൾ. അപ്പോൾ അവർ പറയാണ്, അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്. അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യന്മാരോ അതികായന്മാർ, നെഫിലിമിൽ നിന്ന് വന്ന അനാക്കീമന്റെ മല്ലന്മാരായ മക്കളെ ഞങ്ങൾ കണ്ടു. അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. അവർക്കും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തന്നെ തോന്നി കാണുമായിരിക്കും. നോക്കിയേ, അവരിങ്ങനെ ഭീതിപ്പെടുന്ന വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇന്നൊരു കാര്യം ഉണ്ടായി ഇതുമാതിരി തന്നെയാണ്. ചെറിയൊരു കാര്യം ഉണ്ടായാൽ മതി, ഉടനെ ഓരോരോ ചാനലുകളിലൂടെ എന്തെല്ലാം തരത്തിലുള്ള രീതികളാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കാര്യങ്ങൾ, കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നത് കാണുമ്പം ഈ ജോഷുവയും കാലവും എഴുന്നേറ്റ് സംസാരിക്കാനായിട്ട് നമുക്ക് ഡ്യൂട്ടി ഉണ്ടെന്നാണ് പറയണത്. അത് ഫേസ്ബുക്കിലൂടെ ആണെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ ആണെങ്കിലും അത് നമുക്ക് എവിടെയാണ് അവിടെ നമ്മൾ വി ഹാവ് ടു സ്പീക്ക്. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ സംസാരിക്കണം. 14-ാം അധ്യായത്തിൽ 1 തൊട്ട് 3 വരെ വാക്യങ്ങൾ. ഇങ്ങനെ കിംവദന്തികൾ പ്രചരിപ്പിച്ചതുകൊണ്ട് ദൈവത്തിൻ്റെ ജനത്തിന് വന്ന ഒരു ഭയാനകമായ അവസ്ഥയെക്കുറിച്ചാണ് 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ആ 38 പേരും ഓരോ തരത്തിലുള്ള കിംവദന്തികൾ പ്രചരിപ്പിച്ചു. ജനം മുഴുവൻ, ജനം എന്ന് പറഞ്ഞാൽ 6 ലക്ഷം യോദ്ധാക്കൾ തന്നെ. അപ്പോൾ ഈ 38 പേര് ഇൻഫ്ലുവൻസ് ചെലുത്തി 6 ലക്ഷം യോദ്ധാക്കൾ തന്നെ, പിന്നെ ഭാര്യമാരും കുട്ടികളും വേറെ, 18 വയസ്സിന് 20 വയസ്സിന് താഴെയുള്ളവർ വേറെ, 20 വയസ്സിന് മുകളിലുള്ളത് 6 ലക്ഷം യോദ്ധാക്കൾ തന്നെയുണ്ട്. ആ കൂട്ടത്തിൽ ഈ 38 പേരാണ് വിഷം കലക്കിയത്. ഇതുപോലെ ഒരുപാട് ചാനലുകൾ, ഒരുപാട് സോഷ്യൽ മീഡിയകൾ വിഷം കലക്കണുണ്ട്. കത്തോലിക്ക വിശ്വാസത്തെക്കുറിച്ചും തിരുസഭയെക്കുറിച്ചും തിരുസഭയുടെ ഓരോ നടപടിക്രമങ്ങളെക്കുറിച്ചും വൈദികരെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും കുറ്റങ്ങളും കുറവുകളും ഇല്ലെന്നല്ല, അത് വേറെ കാര്യം. അത് ഇന്നലെ നമ്മൾ കണ്ടതാണ്. 1-ാം നൂറ്റാണ്ട് തൊട്ട് ഇന്ന് വരെ അതിൻ്റെതായ മാനുഷികമായ കുറവുകളും കുറ്റങ്ങളും ഉണ്ടായിരിക്കും. 12 പേരുണ്ടോ? ഒരാൾ യുവദാസ് ഉണ്ടാകുന്ന പണ്ട് ആരോ ബാലകൃഷ്ണപിള്ളയല്ലേ പറഞ്ഞത്? എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. പ്രിയപ്പെട്ട അത് വേറെ. ഉള്ളതിനെ ഉള്ളതുപോലെ നിജസ്ഥിതി കാര്യമാത്ര പ്രസക്തമായി സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അതിന് പകരം ഭീതി പരത്തുക, കിംവദന്തികൾ പരത്തുക, അതിന് നമ്മൾ കൂട്ടു നിൽക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ കിംവദന്തികൾ പരത്തിയത് 14-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ വായിച്ചു നോക്കിയേ. രാത്രി മുഴുവൻ
ജനം ഉറക്ക നിലവിളി. ജനത്തിൻ്റെ പ്രത്യേകതയാണ് അങ്ങനെ. അത് ജനങ്ങൾക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അവരിങ്ങനെ ഒരു ഭീതി കണ്ട ഉടനെ അതും ഇതൊക്കെ പല വിധ ചെതറും. അയ്യോ ഇങ്ങനെയൊക്കെയാണോ നമ്മുടെ ബിഷപ്പുമാർ? ഇങ്ങനെയൊക്കെയാ? അയ്യോ ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഭീതി ഉണ്ടാവും. എനിക്കറിയാം ബിഷപ്പുമാർ. ഞാൻ ഒരുപാട് രൂപതകളിൽ ശുശ്രൂഷയ്ക്ക് എത്രയോ പ്രാശ്ചിത്വത്തോടൊക്കെ ജീവിക്കുന്ന ഒരുപാട് ബിഷപ്പുമാരെ എനിക്കറിയാം. ഒരുപാട് അച്ഛന്മാർ ശരിക്കും ആ മുറി ചെന്നറിയാം. ഒന്നുമില്ലാത്ത മുറി, വെറും 4 ഭിത്തിയും ഒരു ഈശോയുടെ ഫോട്ടോയുള്ളൊരു മുറിയൊക്കെ എനിക്കറിയാം. ചില അച്ഛന്മാരുടെ ഒരു ലുങ്കി ഒരു തോർത്തും ഉണ്ടാവും എക്സ്ട്രാ ആയിട്ട്. അതാണ് ലക്ഷറി എന്ന് പറയുന്നത്. പക്ഷെ ചിലരുണ്ടാവും, അല്ലാത്തതുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഈ 2 തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിജസ്ഥിതി മനസ്സിലാക്കണം. രാത്രി മുഴുവൻ ജനം ഉറക്ക നിലവിളിച്ചു. അവർ മോശയ്ക്കും അഹറോനുമെതിരെ തിരിഞ്ഞു. അവർ പറഞ്ഞു, ഈജിപ്തിൽ നിന്ന് ഞങ്ങൾ മരിച്ചിരുന്നെങ്കിൽ, ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചെങ്കിൽ, ഈ വാളിനിരയാകാൻ വേണ്ടി കർത്താവ് ഞങ്ങളെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും കുഞ്ഞുങ്ങളും ശത്രുക്കൾക്ക് ഇരയായി തീരുമല്ലോ. ഒരു വലിയ വേവലാതി നിലവിളിയാണ്. ഭാര്യമാരും കുഞ്ഞുങ്ങളും ഈജിപ്തിലേക്ക് തിരികെ പോകുന്നതല്ലേ നല്ലത്? 4-5 വാക്യങ്ങൾ കാണുന്ന എങ്ങനെയാണ്? അവരുടെ ഭീതി കൊണ്ട് അവർ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായി പ്രവർത്തിക്കാൻ നീങ്ങാൻ തുടങ്ങി. അവർ പറയണം, നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ ഈജിപ്തിലേക്ക് തിരികെ പോകാം. അപ്പോൾ മോശയെയും അഹ്റോനെയൊക്കെ അവർ തള്ളിക്കളഞ്ഞു. നമുക്കൊരു തലവനെ തിരഞ്ഞെടുത്ത് അവൻ്റെ കീഴിൽ നമുക്ക് ഈജിപ്തിലേക്ക് തിരികെ പോകാം എന്ന് പറഞ്ഞാൽ മാർപ്പാപ്പേനെയും അതുപോലെ ദൈവത്താൽ നിയുക്തരായിരിക്കുന്ന ആ കർത്താവിൻ്റെ ആ സംവിധാനങ്ങളൊന്നും അംഗീകരിക്കാൻ പറ്റാതെയാവും. പിന്നെ നമ്മളും നമ്മുടെ തലവന്മാരും ആവും. നമുക്കൊരു തലവനെ തിരഞ്ഞെടുത്ത്, ദൈവം കൊടുത്ത തലവന്മാർ അവിടെ ഇരിപ്പുണ്ട്. നമുക്കൊരു തലവനെ തിരഞ്ഞെടുത്ത് ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാം. അതല്ലേ നല്ലത്? ഇത് കേട്ടപ്പോൾ മോശ ആകെ വിഷമിച്ച് മോശയും അഹ്റോനും ദൈവത്തിന് മുമ്പിൽ അവിടെ കമിഴ്ന്ന് വീണ്, കർത്താവേ, എന്താ അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ സത്യം അത് വെളിപ്പെടുത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ആ സമയത്ത് 6 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? ദേശം ഒറ്റുനോക്കാൻ പോയവരിൽപ്പെട്ട നൂനിൻ്റെ മകൻ ജോഷുവായും യെഫുന്നയുടെ മകൻ കാലബും ആ സമയത്ത് ചാടി എഴുന്നേറ്റു. ആ സമയത്ത് ഇവർ 2 പേര് ചാടി എഴുന്നേറ്റു. അവർ സംസാരിക്കാൻ തുടങ്ങി. അവർ വസ്ത്രം കീറി. അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കാൻ പോയ ദേശം അതിവിശിഷ്ടമാണ്. കർത്താവ് നമ്മിൽ സംപ്രീതനാണെങ്കിൽ അവിടുന്ന് നമ്മെ അങ്ങോട്ട് നയിക്കുകയും തേലും പാലും ഒഴുകുന്ന ദേശം നമുക്ക് നൽകുകയും ചെയ്യും. 9-ാമത്തെ വാക്യം, നിങ്ങൾ കർത്താവിനോട് മറുതലിക്കരുത്. അവർ നമുക്ക് ഇരയാണ്. ഇനി അവർക്ക് രക്ഷയില്ല. കർത്താവ് നമ്മോടുകൂടെ, അവരെ നാം ഭയപ്പെടേണ്ടതില്ല. 10-ാമത്തെ വാക്യം. അപ്പോൾ ഇതിങ്ങനെ ഇവരെന്ത് ചെയ്തു? ഈ സമയത്ത് എഴുന്നേറ്റ് നിന്ന് ഇവർ ദൈവകൃപയുടെ വാക്കുകൾ അങ്ങോട്ട് പറയാൻ തുടങ്ങി. ഭയപ്പെടരുത്, ദൈവം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവം ഉറപ്പായി നമുക്ക് വിജയം തരും. പോകാൻ പറഞ്ഞത് ദൈവമാണെങ്കിൽ വിജയം തരുന്നത് ദൈവമായിരിക്കും, ദൈവം പ്രവർത്തിക്കും. ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങി. പ്രിയപ്പെട്ട സഹോദരി, ഇതാണ് ദൈവകൃപയുടെ ബോധ്യങ്ങൾ നമ്മൾ പറയണം. പേടിച്ച് മിണ്ടാതിരിക്കരുത്. അതായത് അവിടെ ഉണ്ടായിരുന്ന ലക്ഷോപലക്ഷം മുഴുവനും ഈ മോശയും അഹ്റോനും എതിരെ, മോശയും അഹ്റോനും ഒഴിച്ച് ബാക്കി മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ട്. അങ്ങനെ ആയിരിക്കും ചാനലും മീഡിയ എല്ലാം പ്രവർത്തിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന സംവിധാനങ്ങൾ. ബാക്കി മുഴുവൻ ആളുകൾ ഒറ്റക്കെട്ട്, ഒറ്റ ആൾക്ക് മിണ്ടാൻ പറ്റാത്ത സ്ഥിതി. അങ്ങനെ മിണ്ടാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ദൈവകൃപയുടെ ബോധ്യങ്ങളുണ്ടെങ്കിൽ അവർ എഴുന്നേറ്റ് സംസാരിക്കണം എന്നാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഉടനെ ജോഷുവയും കാലബും എഴുന്നേറ്റ് വന്നു. കാരണം ഒറ്റ ആൾക്ക് മിണ്ടാൻ പറ്റണില്ല.
ഇവർ എഴുന്നേറ്റ് പറഞ്ഞു, അങ്ങനെയല്ല, ഇങ്ങനെയാണ് ദൈവം സംസാരിക്കുന്നത്, ഇങ്ങനെയാണ് ദൈവം വെളിപ്പെടുത്തി തരുന്നത്, നമുക്ക് വിജയം ഉറപ്പ്, ഇവർ പറഞ്ഞതൊക്കെ തെറ്റ്, നിങ്ങൾ ഭയപ്പെടരുത്, ഞങ്ങൾ ഇവരുടെ അഭിപ്രായത്തിന് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞ് വസ്ത്രം കീറി അവർ രണ്ടുപേരും കൂടെ ചാടി എഴുന്നേറ്റു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ജനം എന്ത് ചെയ്തു? ജനം അത്രയും ഭയം കൊണ്ട് ഗ്രസിക്കപ്പെട്ടിരുന്നത്. ജനം 10-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് എങ്ങനെയാണ്? എന്നാൽ ജനം പറഞ്ഞു, ജോഷുവായെയും കാലബനെയും കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ജനം ഒറ്റക്കെട്ടായി ഒറ്റ സ്വരത്തിൽ പറഞ്ഞു. അപ്പം അത്രമാത്രം ജനം മുഴുവനും ഒറ്റക്കെട്ടാണ്. മോശെ അഹ്റോനും മാത്രം ഒറ്റയ്ക്ക്. ഇന്ന് നിങ്ങൾ സമൂഹത്തിൽ ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഏതാണ്ട് പല കാര്യങ്ങളും അതുപോലെ ആയിരിക്കും. ഞാൻ ഓർക്കുന്നുണ്ടോ, ഞാനൊരു വലിയ കാര്യം, എനിക്കൊരു ഒരു വലിയൊരു മീറ്റിങ്ങിൽ സംഭവിച്ച കാര്യം ഞാൻ നോക്കുമ്പോൾ ഒരെണ്ണം ശരിക്കും സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നില്ല. അറിയാം ഉള്ളിൽ. എന്നിട്ട് പുറത്ത് വന്നിട്ട് മീറ്റിംഗിലേക്ക് കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് പറയുകയാണേ, അതെ ആ സമയത്ത് എനിക്ക് 2 വാക്ക് സംസാരിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ സാധിച്ചില്ലെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് വാതിലടച്ചിട്ട് പറഞ്ഞിട്ട് എന്താ കാര്യം? പറയേണ്ടടുത്ത് പറയണം, സംസാരിക്കേണ്ടടുത്ത് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ് എന്ന് വെച്ചിട്ട് പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ മിണ്ടാതെയും പറയാതെ ഇരുന്നത് കൊണ്ട് അത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതിനൊരു നമ്മൾ ക്ഷമിക്കുക. നമ്മളോട് കർത്താവ് പറഞ്ഞത് ക്ഷമിക്കാൻ വേണ്ടിയല്ലേ? നമ്മൾ ക്ഷമിക്കുക. ഇതാണ് അതിന് നമ്മളൊരു ക്ഷമിക്കലല്ല. ഇപ്പോൾ സത്യത്തിൽ ഒന്ന്, ഈ കിംവദന്തിയുടെ അരൂപികൾക്ക് അടിമപ്പെട്ട് ആ കൂട്ടത്തിലേക്ക് പോയി. 2, ഭീരുത്വം ക്ഷമയല്ല. അങ്ങനെ മിണ്ടാതിരുന്ന് ആർക്കും കയറി എന്തും പറയാവുന്ന വിധത്തിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഒരു കാര്യം കാണുമ്പോൾ നമുക്ക് ഉള്ളിൽ ഒരു കാര്യം സത്യമാണെന്ന് തോന്നി ആ കാര്യം പറയണതാ, അതിനെക്കുറിച്ച് എനിക്കിങ്ങനെ തോന്നണുണ്ട്, എൻ്റെ കർത്താവ് ഇങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയണത്. ഈ പ്രത്യേകിച്ച് തിരുസഭയുടെ കുമ്പസാരം, കുർബാന, അതുപോലെ തിരുസഭയുടെ നൂറ്റാണ്ടുകളായി ആചരിച്ചു വന്ന തിരുസഭ ശുശ്രൂഷകൾ, പൗരോഹിത്യം, ബിഷപ്പിന് സ്ഥാനം, ഇങ്ങനെ ഓരോ കാര്യത്തെക്കുറിച്ചും. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. 2-ാം വത്തിക്കാൻ കൗൺസിലിന്റെ ആമുഖത്തിൽ പറഞ്ഞ സത്യം സംരക്ഷിക്കാനും അത് പ്രചരിപ്പിക്കാനും വേണ്ടിയാണ് കർത്താവ് ഈ കൗൺസിൽ വിളിച്ചു കൊടുക്കുന്നത്. ജോൺ 23-ാം മാർപ്പാപ്പ പറയാണ്, ഇത് നമ്മുടെ പ്രധാന ഡ്യൂട്ടിയാണ്. സത്യം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ കൗൺസിലിൻ്റെ പ്രധാന കർത്തവ്യം. 2-ാം വത്തിക്കാൻ കൗൺസിലിൻ്റെ ആമുഖത്തിൽ 2500-400-ൽ പരം ബിഷപ്പുമാരും കർദിനാളുമാരും എല്ലാം ഒരുമിച്ച് വിടുന്നതിൽ ജോൺ 23-ാമൻ മാർപ്പാപ്പ ആമുഖ പ്രഭാഷണത്തിൽ പറഞ്ഞിങ്ങനെയാണ്, നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ദൗത്യമാണ് സത്യം സംരക്ഷിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുള്ളത്. ആ സമയത്ത് നമ്മൾ ആ കാര്യം പറയുമ്പോൾ അത് ക്ഷമയുമായിട്ട് ബന്ധമില്ല. അറിയാമെങ്കിൽ പറയണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒക്കലഹോമ, അമേരിക്കയിൽ ഒക്കലഹോമ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സാത്താൻ സേവക്കാരൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാന ദേവാലയത്തിൽ നിന്ന് മോഷ്ടിച്ചുകൊണ്ട് പോയി അതിനെ അവഹേളിച്ച് അതിനെ ഭയങ്കരമായിട്ട് മ്ലേച്ഛമായി അതിനോട് പെരുമാറി അങ്ങനെ പിശാചിനെ ആരാധിക്കുന്ന സാത്താൻ സേവക്കാരൻ അവിടെ ഉണ്ടായിരുന്നു ഒക്കലോമയിൽ. അദ്ദേഹത്തിന് സാധാരണ ഒരു മീറ്റിങ്ങിന് കുറച്ച് പേരൊക്കെ പങ്കെടുക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒരു നാഷണൽ കൺവെൻഷൻ വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഒക്ലഹോമയിലെ സിവിക് സെൻറ്റർ അദ്ദേഹം ബുക്ക് ചെയ്തു. എന്നിട്ട് അമേരിക്കയിൽ ഉടനീളം പരസ്യങ്ങൾ കൊടുത്തു. പരസ്യമായി ബ്ലാക്ക് മാസ് നടത്തി പരിശുദ്ധ കുർബാനയെ അവഹേളിച്ച് പട്ടണ മധ്യത്തിൽ സിവിക് സെൻറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ടൗൺ ഹാൾ പോലെയുള്ള വലിയ ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാവുന്ന വലിയ ഹാളാണ്. ആ സിവിക് സെൻറ്ററിൽ പരസ്യമായി പരിശുദ്ധ കുർബാന അവഹേളിച്ച് ബ്ലാക്ക് മാസ് നടത്താൻ പോവുകയാണ്. രാജ്യത്തുള്ള എല്ലാ ഭാഗത്തുള്ളവർ അവിടെ എത്തണമെന്ന് ആഹ്വാനം കൊടുത്ത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ ഉണ്ടായിരുന്ന വികാരിച്ചന് വിവരം അറിഞ്ഞു. വികാരിച്ചൻ ബിഷപ്പിനെ വിവരം അറിയിച്ചു. വികാരിച്ചൻ ലോക്കൽ അതോറിറ്റീസിനെ സമീപിച്ച് അവർ പറഞ്ഞു, ആ പൗരൻ്റെ സ്വാതന്ത്ര്യമാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം ബിഷപ്പ് അവിടെ ചെറിയൊരു അവിടുത്തെ സിവിൽ അതോറിറ്റീനെ സമീപിച്ചു. കോടതി പോയി. ആ കോടതിയും പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, അയ്യോ അത് അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യം നമുക്ക് തടയാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഒരാൾ അനുകൂലിച്ചില്ല. ബിഷപ്പിനെ അനുകൂലിച്ചില്ല, പിതാവിനെ അനുകൂലിച്ചില്ല, അച്ഛന്മാരെ അനുകൂലിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്യും? നമ്മളൊക്കെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ലോകം എങ്ങനെ പോയി എന്ന് പറഞ്ഞിരിക്കും. അപ്പോൾ ഒരു +2 പഠിക്കുന്ന പെൺകുട്ടി, ആ പെൺകുട്ടി വാർത്ത കേട്ടു.
ആ പെൺകുട്ടി പറഞ്ഞു, അയ്യോ ഇത് ബ്ലാസ്ഫമിയാണ്, ഇത് ദൈവദൂഷണമാണ്, ഇത് നമ്മുടെ കർത്താവിന്റെ തിരുശരീരത്തെ അവഹേളിക്കലാണ്, ഇത് ചെയ്യാൻ പാടില്ല. ഉടനെ ആ കുട്ടി ഈ വാർത്ത കേട്ട അന്ന് രാത്രി മുഴുവൻ ഇരുന്ന് കരഞ്ഞു. രാത്രി മുഴുവൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേനും ഒരു ലെറ്റർ എടുത്ത് ആ കുട്ടി അടുത്തുള്ള TV സ്റ്റേഷനിലേക്ക് ഒരു ലെറ്റർ എഴുതി, ടേക്ക് എ സ്റ്റാൻഡ്, ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഇതിനെക്കുറിച്ച് ഒരു നടപടി ഉണ്ടാകണമെന്ന് പറഞ്ഞ് ഒരു ലെറ്റർ എഴുതി. അത് അങ്ങനെ പിന്നെ പരിശുദ്ധാത്മ കൊണ്ട് പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബിഷപ്പ് ആഹ്വാനം ചെയ്തു ജനങ്ങളോട് കൊന്ത ചെല്ലാനും പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് പ്രാർത്ഥിക്കാനും പ്രൊസഷൻ നടത്താൻ, ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടത്തി നമുക്ക് തിന്മയുടെ ഉപദ്രവങ്ങൾ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ് ബിഷപ്പ് ആഹ്വാനം ചെയ്ത് ആയിരക്കണക്കിന് ആളുകൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അണിചേർന്നു. അവർ പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സാത്താൻ സേവക്കാരൻ വിചാരിച്ചിരുന്ന കാര്യം ഒരു പരാജയമായി. വിരലിലെണ്ണാവുന്ന കുറച്ച് പേര്, 10, 40, 30 പേര് പങ്കെടുക്കുന്ന വളരെ ചെറിയൊരു കാര്യമായിട്ട് അത് പരാജയപ്പെടേണ്ടി വന്നു. ഹല്ലേലൂയ. ബ്ലാക്ക് മാസിനെതിരെ അവർ പ്രദക്ഷിണം നടത്തുകയാണ്. ആയിരക്കണക്കിന് ചെറുപ്പക്കാരും കോളേജ് സ്റ്റുഡൻസും കുട്ടികളും മുതിർന്നവരും വൈദികരും ബിഷപ്സ് എല്ലാവരും. Freedom of religion and freedom of speech is not founded in blasphemy and offense to our Lord Jesus Christ. As far as I know, in American history, this is the first time a black mass has been promoted in public, received the public support of politicians. I mean, even the founding fathers had belief in that there was only one God. So why did you decide to join us today in prayer? I want to reject all of Satan's works. Our love for the Eucharist, our Lord is flesh and blood. For reparation, this black mass, I'd heard that they're going to desecrate Jesus in the Eucharist. It's truly Jesus present in the Eucharist. I know a lot of people don't believe it. If you have a friend or a family member that you love dearly, and somebody comes and attack that person, are you going to stand by idly without saying anything and watch him being offended and mocked? Who do you think is going to win the spiritual battle? Well, St. Michael. Our Lord Jesus Christ and St. Michael. Oh, St. Michael, the Archangel. Our Lady's Immaculate Heart will triumph in the end. And then my Immaculate Heart will triumph. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. 100,000 Christians from around the world have joined together to protest a satanic black mass set to take place in a city-owned building in Oklahoma City this weekend. One high school junior was so upset by the scheduled satanic ritual, she wrote a letter to the city hoping to change their minds. It said, quote, "When I first found out about the atrocity that will be taking place at the Civic Center on September 21st, I wept. I beg of you, take a stand to be blasphemous." ആ പെൺകുട്ടി ഇത് കണ്ട ഉടനെ തന്നെ ആ രാത്രിക്ക് മുഴുവൻ ഇരുന്നിട്ട് കരഞ്ഞിട്ട് പിറ്റേ ദിവസം ലെറ്റർ എഴുതിയത് ഇങ്ങനെയാണ്: ഫൈറ്റിംഗ് ഫോർ ഹെർ ഫെയ്ത്ത്. അവളുടെ വിശ്വാസത്തിന് വേണ്ടി അവൾ ഫൈറ്റ് ചെയ്തു. അവൾ പറഞ്ഞു, ഐ ബെഗ് ഓഫ് യു, ടേക്ക് എ സ്റ്റാൻഡ്. ടു ബി ബ്ലാസ്ഫമസ് ആൻഡ് മോക്ക് അനദർ റിലിജൻ ഈസ് സർട്ടൻലി നോ റിലിജൻ അറ്റ് ഓൾ. ഇറ്റ് ഈസ് എ ക്രൈം. ഒരു കൊച്ചു പെൺകുട്ടി എഴുതിയതാണ്. അതാണ് പറഞ്ഞത്, ഒരു കാര്യം അറിയാമെങ്കിൽ അപ്പം പറയണം. അവിടുത്തെ ജനങ്ങളും വലിയ ആളുകളും എല്ലാം ഓക്കെ 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 എന്നുള്ള ഇതില്ല. പക്ഷെ ആ കുട്ടിയുടെ ഉള്ളിൽ അപ്പം ഇത് ചെറിയ കുട്ടികളാണോ, യൂത്താണോ, യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആണോ, മുതിർന്ന ആളുകളാണോ, കൈക്കാരനാണോ, കപ്പ്യാരാണോ, ഇതൊന്നും വിഷയമല്ല. നമ്മുടെ ഉള്ളിൽ ദൈവാത്മാവ് സംസാരിക്കാൻ പറയുമ്പോൾ നമ്മൾ സംസാരിക്കാം. എഴുതാൻ പറയുന്ന സമയത്ത് എഴുതണം. വി ഹാവ് ടു ഡിഫെൻഡ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യണം, വിശ്വാസത്തെ സംരക്ഷിക്കണം. വിശ്വാസത്തെ സംരക്ഷിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ഹല്ലേലൂയ.
അപ്പോൾ ആ കുട്ടി പറഞ്ഞു ഇറ്റ് ഈസ് എ ക്രൈം. ഓക്കെ, Mock another religion is certainly no religion at all. It is a crime. That teenager, Juliana Laster, joins us now. Thanks for being with us. ഇതാണ് ആ കുട്ടി. ഈ കുട്ടിയാണ് ഒരു ലെറ്റർ അങ്ങനെ എഴുതിയത്. ഹല്ലേലൂയ. അപ്പോൾ ഇത് 10,000 പേര് നമ്മുടെ കൂടെ വേണം നിർബന്ധമില്ല. അന്ന് ജോഷുവായും കാലം 2 പേരാണ് ഉണ്ടായിരുന്നത് മോശയുടെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇന്ന് ഇതൊരു വലിയൊരു പ്രശ്നം വന്നു. ഈ കുട്ടിയാണ് അങ്ങോട്ട് സ്റ്റെപ്പ് എടുത്ത് മുമ്പോട്ട് നീങ്ങിയത്. അപ്പോൾ എന്ത് ചെയ്തു, ബാക്കിയുള്ളവർക്ക് ദൈവാത്മാവ് കൊണ്ട് പ്രവർത്തിച്ചു. TV സ്റ്റേഷൻകാരൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബിഷപ്പ് ആഹ്വാനം ചെയ്തു, വൈദികർ ഉണർന്നു, എല്ലാവരും പ്രവർത്തിക്കാൻ തുടങ്ങി. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ നിങ്ങളോട് ചോദിക്കും, ഇത് ക്ഷമയായിട്ട് എന്ത് ബന്ധം? എന്തെങ്കിലും ക്ഷമിച്ച് നമ്മളായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല. നമ്മളായിട്ടൊന്നും പ്രശ്നം ഉണ്ടാക്കുന്നത് ക്ഷമിച്ചിരിക്കുന്നത് തമ്മിൽ എന്താ ബന്ധം? നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി എഴുന്നേറ്റ് സംസാരിക്കേണ്ട സമയത്ത് സംസാരിക്കണ്ടേ? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഭാര്യ മക്കളും എല്ലാം കൂടെ ഒരുമിച്ച് പോവുകയാണ്. അങ്ങനെ ഒരുമിച്ച് പോകുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യനെ ഒരാൾ പൊതിരെ അടിച്ചു. ഒരാൾ പൊതിരെ അടിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യ ഒത്തിരി പ്രാർത്ഥിക്കുന്ന ഭാര്യയാണ്, ഒത്തിരി ദൈവകൃപയുള്ള ഭാര്യയാണ്. ആ ഭാര്യ പറഞ്ഞു, ഈശോയെ അങ്ങയുടെ പീഡാനുഭവത്തോട് ചേർത്ത് ഞാൻ ഈ സഹനം എല്ലാം കാഴ്ചവെക്കുന്നു. ഭാവികളുടെ മാനസാന്തരത്തിന് വേണ്ടി ഈ സഹനം എല്ലാം കാഴ്ചവെക്കുന്നു. ഞാൻ ഈ ദുഷ്ടനോട് ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞു. അത് ഭാര്യ പറയുമ്പോൾ നല്ല കാര്യമാണ്, ഒരു പുണ്യമാണത്. കാരണം സ്വന്തം പുറത്ത് അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് മർദ്ദനം ഏൽക്കുകയാണ്. ആ സമയത്ത് ക്ഷമിച്ച് ഈശോയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുകയാണ്. അത് ആ ചേച്ചി ചെയ്യുമ്പോൾ നല്ല കാര്യമാണ്, പുണ്യമാണ്. ചേച്ചിയുടെ ഭർത്താവ് കൂടെ നിന്നിട്ട് അപ്പുറത്തേക്ക് മാറുന്ന ഈശോയ്ക്ക് നന്ദി പറയും, താങ്ക് യു ജീസസ്, നന്ദി ഈശോയെ, നന്ദി ഈശോയെ. ഒത്തിരി അടി കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, നന്ദി ഈശോയെ. അപ്പോഴത്തേക്കും പടപടാന്ന് ഒച്ച കേൾക്കണം, നന്ദി ഈശോയെ, നന്ദി ഈശോയെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന എന്തായിരിക്കും സ്ഥിതി? അതൊരു പാപമാണ്, കാരണം ഉത്തരവാദിത്വം നിറവേറ്റുന്നില്ല. ആ സമയത്ത് എങ്ങനെയെങ്കിലും അയാളെ മാറ്റുക എന്നുള്ളതാണ് ഈ ഭർത്താവിനെ സംബന്ധിച്ച് ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ് എന്നൊക്കെ പറഞ്ഞ് ഹല്ലേലൂയ. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ ഇതിനെ കുറിച്ച് പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഒന്നാമത്തെ കൽപ്പന, ആ കൽപ്പനയിലെ നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്, മുഴുവൻ ഹൃദയത്തോടും മുഴുവൻ ആത്മാവോടും മുഴുവൻ ശക്തിയോടും നിന്റെ ദൈവത്തെ സ്നേഹിക്കണം എന്നുള്ള ഒന്നാമത്തെ കൽപ്പനയുണ്ടല്ലോ. ആ കൽപ്പനയിലെ ഏറ്റവും വലിയ പാപം നിസ്സംഗതയാണ്. ഞാൻ ഇതുവരെ വിചാരിച്ചുകൊണ്ടിരുന്നത് 1-ാം പ്രമാണ ലംഘനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അന്യദൈവ ആരാധന, മറ്റ് ബിംബങ്ങളെയും വിഗ്രഹങ്ങളെയും ആരാധിക്കാൻ പോകുന്നതാണ് ഏറ്റവും വലിയ പാപം, 1-ാം പ്രമാണ ലംഘനത്തിലെ പാപം എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ 10 കൽപ്പനകളെക്കുറിച്ചുള്ള പ്രബോധനങ്ങളിൽ 1-ാമത്തെ കൽപ്പനയെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ വായിച്ചു വരുമ്പോൾ അതിനകത്ത് കാണുന്നത് ഇതാണ്. 1-ാമത്തെ കൽപ്പനയിൽ ഏറ്റവും ഗൗരവമേറിയ പ്രമാണ ലംഘനമാണ് നിസ്സംഗത, ഇൻഡിഫറൻസ്. എന്ത് സംഭവിച്ചാലും വായിൽ സ്റ്റിക്കർ ഒട്ടിച്ച് മിണ്ടാതിരിക്കുക, എന്നിട്ട് ക്ഷമിക്കുക എന്ന് പറയുകയും ചെയ്യുക. We have to fulfill our duties. നമ്മുടെ കടമ, നമ്മുടെ ഡ്യൂട്ടി നിർവഹിച്ചില്ലെങ്കിൽ ഇതുപോലെ നമ്മൾ തിരസ്കരിക്കപ്പെടും സഹോദരങ്ങളെ, ഇതുപോലെ നമ്മൾ തിരസ്കരിക്കപ്പെടും. ക്ഷമ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് നിങ്ങൾ തിരസ്കരിക്കപ്പെടുന്ന ഏറ്റവും ഗൗരവമേറിയ പാപമാണ് നിസ്സംഗത. അപരൻ്റെ സൽകീർത്തി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ ഒരു പൗരന് കടമയുണ്ടെന്ന് 1-ാം പ്രമാണത്തെക്കുറിച്ച് കത്തോലിക്ക സഭ പഠിപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇടവകയിലെ വികാരിയച്ഛനോ, നിങ്ങളുടെ ബിഷപ്പോ, നിങ്ങളുടെ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗമോ, നിങ്ങളുടെ ഇടവകയിലെ കാറ്റഗിസം മാഷോ ഏതെങ്കിലും ഒരു അംഗമോ അതിനുവേണ്ടി നിങ്ങളുടെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുമ്പോൾ അവരുടെ സൽകീർത്തി നശിപ്പിച്ചും അവരെ ബുദ്ധിമുട്ടിച്ചും എല്ലാ അപഖ്യാതികളും പറഞ്ഞു വരുത്തുമ്പോൾ സാരല്ല അങ്ങനെ പറഞ്ഞിരിക്കുമ്പോൾ നിസ്സംഗത എന്ന പാപത്തിലാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപരൻ്റെ സൽകീർത്തി സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ നമുക്ക് കടമയുണ്ട്. We are duty bound to protect the good name of others. ഹല്ലേലൂയ. ഇവിടെ മോശയ്ക്കും അഹ്റോനെതിരെ പിറുപിറുത്തു, ജോഷുവായും കാലബും ശക്തമായി എഴുന്നേറ്റ് വന്നു. അവർ വസ്ത്രം കീറി പറഞ്ഞു, ഇതിൽ ഞങ്ങൾക്ക് പങ്കില്ല,
ഇതല്ല ശരി, ദൈവമുണ്ട്, ദൈവമാണ് പറഞ്ഞത്, ദൈവം പറഞ്ഞിട്ടാ പോയത്, ദൈവം പറഞ്ഞെങ്കിൽ ദൈവം പറഞ്ഞ പോലെ ദൈവം ചെയ്യും, ദൈവത്തെ അനുസരിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ജോഷുവയ്ക്ക് കാലബിനും പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ ജോഷുവയും കാലബും പറഞ്ഞപ്പോൾ ജനങ്ങളുടെ കയ്യടി ഉണ്ടായില്ല. ജനങ്ങൾ കൂടെ നിന്നില്ല. ജനങ്ങൾ ഒന്നടങ്കം പറഞ്ഞു. ഒരൊറ്റ മനുഷ്യൻ കൂടെ നിന്നില്ലെന്ന് ഓർക്കണം. അത് നോക്കരുത്. ദൈവം കൂടെ നിൽക്കണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ മാത്രം നോക്കുക, ദൈവത്തെ മാത്രം നോക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതിനുശേഷം എന്താ സംഭവം ഉണ്ടായത്? അതിനുശേഷം ദൈവം ഇടപെടുകയാണ്. ദൈവം ഇടപെടുന്നൊരു സമയം വരും. ദൈവം ഇടപെടുകയാണ്. ദൈവം ഇടപെട്ടു. ദൈവം ഇടപെട്ടതിന് ശേഷം 14-ാം അധ്യായത്തിൽ 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. 14-ാം അധ്യായം 28 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ. അവിടെ പറഞ്ഞെങ്ങനെയാണ്? അവരോട് പറയുക, ജീവിക്കുന്നവനായ ഞാൻ ശപഥം ചെയ്യുന്നു, ഞാൻ കേൾക്കെ നിങ്ങൾ പിറുപിറുത്തതുപോലെ ഞാൻ നിങ്ങളോട് ചെയ്യും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ 20-ഉം അതിലേറെയും വയസ്സുള്ളവരിൽ എനിക്കെതിരായി പിറുപിറുത്ത ഒരാൾ പോലും നിങ്ങളെ പാർപ്പിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്ത ദേശത്ത് പ്രവേശിക്കുകയില്ല. യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവായും മാത്രം അവിടെ പ്രവേശിക്കും. നോക്കി, ഈ 2 പേര് ദൈവം ഓർത്തിരിക്കുകയാണ്. 6 ലക്ഷം യോദ്ധാക്കളുണ്ട്. അവരുടെ ഭാര്യമാരും കുട്ടികളും ലക്ഷോപലക്ഷം വരുന്ന ആ ജനസംഖ്യയിൽ ഈ 2 പേര് മാത്രം ദൈവം ഓർത്തിരിക്കുകയാണ്. എന്നിട്ട് ദൈവം പറയാണ്, യെഫുന്നയുടെ മകൻ കാലബും നൂനിൻ്റെ മകൻ ജോഷുവായും മാത്രം അവിടെ പ്രവേശിക്കും. എന്നാൽ ശത്രുക്കൾക്ക് ഇരയാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ട നിങ്ങളുടെ മക്കളെ ഞാൻ അവിടെ പ്രവേശിപ്പിക്കും. നിങ്ങൾ തിരസ്കരിച്ച ആ ദേശം അവർ അനുഭവിക്കും. നിങ്ങളുടെ ശവങ്ങൾ ഈ മരുഭൂമിയിൽ വീഴും. നിങ്ങളിൽ അവസാനത്തെ ആൾ ഈ മരുഭൂമിയിൽ മരിച്ചു വീഴുന്നത് വരെ നിങ്ങളുടെ അവിശ്വസ്തതയ്ക്ക് പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് നിങ്ങളുടെ മക്കൾ 40 വർഷം ഈ മരുഭൂമിയിൽ നാടോടികളായി അലഞ്ഞു തിരിയും. ഓക്കെ, ഈ 2 പേരെ മാത്രം ദൈവം അനുഗ്രഹിക്കും. അങ്ങനെ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ബാക്കി മുഴുവൻ 6 ലക്ഷം യോദ്ധാക്കളിൽ 2 പേര്, ബാക്കി എല്ലാവരും മരിച്ചു വീഴുന്നത് വരെ അവർ മരുഭൂമി വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം ഈ 2 പേര് ഇവരുടെ മക്കളെ നയിച്ചുകൊണ്ട് കാനാൻ നാട്ടിലേക്ക് പ്രവേശിച്ചു. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്നതിന് വിലയുണ്ട് മക്കളെ. സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന അറിയാവുന്നവർ പറയണം. ആ കുട്ടിക്ക് അറിയാം ഇത് ഈശോയുടെ തിരുശരീരമാണ്, ഇത് ദൈവദൂഷണത്തിന് വിട്ടുകൊടുക്കാൻ പാടില്ലെന്ന് ആ കുട്ടി പറഞ്ഞു. ഇറ്റ് ഈസ് ബ്ലാസ്ഫമി, ഇത് ദൈവദൂഷണമാണ്, ഇത് ചെയ്യരുത്, ഇത് തെറ്റാ, ഇറ്റ് ഈസ് എ ക്രൈം. അതിനറിയാവുന്ന 2 വാക്ക് അത് എഴുതി. നിങ്ങളുടെ ഫേസ്ബുക്ക് നോക്കുമ്പം, നിങ്ങളുടെ ഓരോരോ സോഷ്യൽ മീഡിയയിലൂടെ നോക്കുമ്പം എത്രയോ ദൂഷണങ്ങൾ, സത്യവിരുദ്ധമായ കാര്യങ്ങൾ സഭയെക്കുറിച്ചും വിശ്വാസത്തെക്കുറിച്ചും കുർബാനയെക്കുറിച്ചും കുമ്പസാരത്തെക്കുറിച്ചും വൈദികരെക്കുറിച്ചും എല്ലാം എഴുതി വിടുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയാവുന്ന കുറേ കാര്യങ്ങളില്ലേ, എന്തുകൊണ്ട് നിങ്ങൾക്ക് എഴുതിക്കൂടാ? വിശ്വാസത്തെ ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡിഫെൻഡ് അവർ ഫെയ്ത്ത്. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത വലിയ അമ്മച്ചിമാരോ അപ്പച്ചമാരൊക്കെ ഉണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടവകയിൽ ഒരു മീറ്റിംഗ് നടക്കുമ്പം, ഒരു പൊതുയോഗം നടക്കുമ്പോൾ ദൈവത്തിൻ്റെ കൃപയുടെ വചനങ്ങൾക്ക് നിങ്ങൾ സാക്ഷ്യം വഹിക്കണം. എഴുന്നേറ്റ് സംസാരിക്കണം. ഒരു 3-4 പേര് ബഹളം വെക്കുമ്പോൾ ആ ബഹളമയത്തിൽ എല്ലാം ചവിട്ടി മതിക്കപ്പെടാൻ അനുവദിക്കരുത്. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്ത് വന്നിട്ട് എനിക്ക് ആ സമയത്ത് 2 പറയണമെന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പറയേണ്ടടുത്ത് പറയണം. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ പണ്ട് പ്രൊഫസർ റോസ്ലൻ ചെറിയാനെ ഒരു ദിവസം അട്ടപ്പാടിക്ക് വിളിച്ചു പ്രസംഗിക്കാൻ വേണ്ടി. പ്രൊഫസർ റോസ്ലൻ ചെറിയാൻ ഇവിടെ പാലായിലുണ്ടായിരുന്ന നല്ലൊരു അദ്ദേഹമാണ്. അദ്ദേഹത്തെ വിളിച്ചു. കുറച്ച് പേർക്ക് പരിചയമുണ്ടാവും പ്രൊഫസർ റോസ്ലൻ ചെറിയാൻ. എനിക്ക് വളരെ അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ ഇഷ്ടമായതുകൊണ്ട് അട്ടപ്പാടിയിൽ സെഹിയോനിൽ ഒരു ദിവസം, അപ്പോൾ അട്ടപ്പാടി വരുന്നതിന് 2 ആഴ്ച മുമ്പ് സഭയ്ക്കെതിരായിട്ട് ഒരു നെഗറ്റീവായ ഒരു ലേഖനം പ്രൊഫസർ റോസ്ലൻ ചെറിയ എഴുതിയിട്ടു. അപ്പോൾ അട്ടപ്പാടി വന്ന സമയത്ത് ഞാൻ ചോദിച്ചു, പ്രൊഫസർ ഇങ്ങനെയൊക്കെ എഴുതാൻ പാടില്ല, താങ്കൾ എഴുതിയത് വാസ്തവവിരുദ്ധമാണ്. അതല്ല, ഇതാണ് ഫാക്റ്റ്, എനിക്കറിയാവുന്ന ഫാക്റ്റ് ഞാൻ പറഞ്ഞു. ഉടനെ പ്രൊഫസർ റോസ്ലാൻ ചെറിയാൻ പറഞ്ഞു, എങ്ങനെയാണ് ഈ കാര്യം ഇങ്ങനെ ഉണ്ടെന്ന് അച്ഛനും അച്ഛൻ്റെ കൂടെയുള്ളവർക്കും അറിയാവുള്ളൂ, ഞങ്ങൾക്ക് അറിയാൻ പാടില്ല.
ഞങ്ങൾക്കറിയാവുന്ന ഞങ്ങൾ എഴുതി, എന്തുകൊണ്ട് ഞങ്ങളിത് അറിയിച്ചില്ല? എന്തുകൊണ്ട് ഇങ്ങനെ കാര്യമുണ്ടെങ്കിൽ അത് പുറത്ത് ജനങ്ങളോട് പറയുന്നില്ല? പ്രൈസ് ദി ലോർഡ്. അത് ശരിയാണ്. അതായത് ഒരു കാര്യമാണെങ്കിൽ മൂടി വെക്കരുത്. നമുക്കറിയാവുന്ന കാര്യം മൂടി വെക്കരുത്. നമുക്കറിയാവുന്ന കാര്യം നമ്മൾ പുറത്ത് പറയണം. ഇതാണ് സംഗതി, ഇതാണ് നടക്കുന്നത്, ഇത് കാര്യം നമ്മൾ ജനങ്ങളെ അറിയിക്കണം, സംസാരിക്കണം, പറയണം. അപ്പോൾ അവർക്ക് ഈ ജനങ്ങളെല്ലാം ഇതിന് നേരെ എതിരായിട്ട് നിൽക്കണമെന്ന് വിചാരിക്കരുത്. ജനങ്ങളിൽ മജോറിറ്റിക്കും സത്യം അറിയണമെന്ന് ആഗ്രഹമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഒരു മൈനോറിറ്റി, ഒരു ന്യൂനപക്ഷമുണ്ട് വെറുതെ കലബലി ഉണ്ടാക്കുന്നതും വെറുതെ ദൂഷണം പറയുന്നതും ഒരു മൈനോറിറ്റി ഉണ്ട്. പക്ഷേ മജോറിറ്റി സത്യം അറിയണമെന്ന് ആഗ്രഹിക്കുന്നുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ആ കാര്യം വെളിപ്പെടുത്തിയാൽ അവരറിയുമ്പോൾ അറിയുന്നതിനെ കുറിച്ച് അവർ എഴുതും. പക്ഷേ പറയേണ്ടടുത്ത് പറയണം. മാർപ്പാപ്പ പറയാണ്, ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ്? എവിടെയാണ് പറയേണ്ട സ്ഥലം? നിങ്ങൾ പുരമുകളിൽ കയറി ഉച്ചത്തിൽ പറയുക. പുരമുകളിൽ കയറി പറഞ്ഞ എല്ലാവരും കേൾക്കും. മുറിയുടെ ഉള്ളിൽ കയറി ഇരുന്ന് പറയേണ്ട ഉള്ളി വിളക്ക് കത്തിച്ച് വെച്ചാൽ എന്താ കാര്യം എന്നാണ് ചോദിക്കണത്? നിങ്ങൾക്ക് സത്യം അറിയാം, നിങ്ങൾ വലിയ സത്യവന്മാരാണ്, വലിയ ആദർശവന്മാരാണ്, എല്ലാം ശരിയാണ്. പറയേണ്ട ഉള്ളിൽ കയറി വിളക്ക് വെച്ചിട്ട് എന്താ കാര്യം എന്നാണ് ചോദിക്കണത്? പുരയുടെ മുകളിൽ കയറി പ്രഘോഷിക്കാനാണ് പറയണത് ബെനഡിക്റ്റ് മാർപ്പാപ്പ. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയെ നമ്മുടെ കാര്യങ്ങളെ സംസാരിക്കാനുള്ള വേദിയായിട്ട് ഉപയോഗിക്കണം. അവിടെ വളരെയധികം പേര് അവിടെ ഇരിക്കുന്നുണ്ട്. മാർപ്പാപ്പ അതിനെക്കുറിച്ച് അപ്പസ്തോലിക് എക്സർഷൻ ഇവാഞ്ചലൈസേഷൻ അതിനെക്കുറിച്ച് മാർപ്പാപ്പ പറയുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായിരിക്കും എന്ന് പോൾ ആറാമൻ മാർപ്പാപ്പ ഇവഞ്ചേലിയം നുൻഷ്യാന്തി എന്ന് പറഞ്ഞൊരു എക്സോട്ടേഷനിൽ 45-ാമത്തെ നമ്പറിൽ പ്രസ്താവിച്ചു. പോൾ ആറാമൻ മാർപ്പാപ്പ മാധ്യമങ്ങളെ സുവിശേഷവൽക്കരണത്തിന് ഉപയോഗിക്കാതിരുന്നാൽ സഭ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരിയായിരിക്കും എന്ന് പറഞ്ഞാൽ, എനിക്ക് യൂട്യൂബ് ഉപയോഗിക്കാൻ അറിയാം, ഞാൻ യൂട്യൂബ് ഉപയോഗിച്ച് സുവിശേഷം അറിയാം, എനിക്കറിയാം എന്ന് ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ, ഞാൻ യൂട്യൂബിലൂടെ സുവിശേഷം പ്രസംഗിക്കുമ്പോൾ ആഫ്രിക്കയിലും ഈജിപ്തിലും സൗദി അറേബ്യയിലും ഇരുന്ന് വചനം കേട്ട് രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ രക്ഷ പ്രാപിക്കാതെ വന്നാൽ യേശുവിൻ്റെ 2ാം വരവിൽ വട്ടായിലച്ചൻ യേശുവിന് മുമ്പിൽ കുറ്റക്കാരനായിരിക്കും. അതുപോലെ നിങ്ങളുടെ പേര് വെച്ച് ആ സഭയിൽ നടന്ന സ്ഥലം നിങ്ങളുടെ പേര് വെച്ച് പറഞ്ഞു നോക്കിക്കേ. മാധ്യമങ്ങളെ, സോഷ്യൽ മീഡിയയെ, ഫേസ്ബുക്കിനെ, യൂട്യൂബിനെ, അതുപോലെയുള്ള ടെലിവിഷൻ ചാനലുകളെ, പത്രമാധ്യമങ്ങളെ, അങ്ങനെയുള്ള ഓരോന്നിനെ കർത്താവിൻ്റെ കാര്യങ്ങളെ അറിയിക്കാൻ ഉപയോഗിക്കാതിരുന്നാൽ കർത്താവിൻ്റെ 2ാം വരവിൽ ചേച്ചി, ചേട്ടൻ കർത്താവിൻ്റെ മുമ്പിൽ കുറ്റക്കാരനായിരിക്കും. യുവാവേ, യുവതി, നിനക്ക് കർത്താവ് ജ്ഞാനം തന്നു, കൃപ തന്നു, എല്ലാം ഉപയോഗിക്കാൻ 5 താലന്ത്, 2 താലന്ത്, 1 താലന്തൊക്കെ സ്വീകരിച്ചിരിപ്പുണ്ട്. ആ 1 താലന്ത് കിട്ടിയവൻ കൊണ്ട് കുഴിച്ചിട്ടിട്ട് കർത്താവിന് മുമ്പിൽ വന്ന പോലെ നിൽക്കരുത്. പ്രയോജന രഹിതനായ അവനെ പിടിച്ച് കയ്യും കാലും കെട്ടി പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക എന്നാണ് കർത്താവ് അതിനെക്കുറിച്ച് പറഞ്ഞത്. പ്രയോജന രഹിതനായ ആ ഭൃത്യൻ, പ്രയോജന രഹിതനായ ഭൃത്യനാണ് നീ ഈ കാര്യത്തെ സംബന്ധിച്ച്. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ആധുനിക കാലത്തെ 1ാമത്തെ അരിയോപാഗസ് ആണ് സോഷ്യൽ മീഡിയ. അരിയോപാഗസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അരിയോപാഗസ് എന്ന് പറഞ്ഞാൽ പുരാതന ഏതൻസിൽ, ഗ്രീസിൽ ഇങ്ങനെ ഒരു രീതി ഉണ്ടായിരുന്നു. വൈകുന്നേരം വരുമ്പോൾ എല്ലാവരും ഓരോ ദിവസം വൈകുന്നേരം ആകുമ്പം ഒരു കോർണറിൽ ഒന്നിച്ചു കൂടും. കോർണറിൽ ഒന്നിച്ച് കൂടിയിട്ട് അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ പറയും. ഒരാൾ പറയും അവിടെ ഒരു പള്ളി പണിയാൻ തുടങ്ങുന്നുണ്ട്, ഒരാൾ പറയും ദേ ആ പള്ളിക്ക് തടി ഇന്ന കാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത്. ഇങ്ങനെ അറിയാവുന്ന കാര്യങ്ങളെല്ലാം അവിടെ. അപ്പോൾ ഒരാൾ പറയും ആ കാട്ടിൽ നിന്ന് മാത്രമല്ല ഈ കാട്ടിൽ നിന്ന് കൊണ്ടുവരണം. ഇങ്ങനെ അവർക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ കൂടി അവിടെ പറഞ്ഞ് അവസാനം അതിനകത്ത് ഒരു സത്യവും അല്ലാത്തതൊക്കെ തിരിച്ചറിഞ്ഞ് ഒരു കൺക്ലൂഷൻ ഉണ്ടാവും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അത് പുരാതന കാലത്ത് ഏതൻസിൽ, ഗ്രീസിൽ നടന്നുകൊണ്ടിരുന്ന രീതിയാണ്. ഇതുപോലെ ജോൺ പോൾ, അതുപോലെ പൗലോസ്ലീഹ ആ അരിയോപാഗസിൽ പോയി യേശുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പൗലോസ്ലീഹ പറഞ്ഞു എനിക്ക് യേശു എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ച് അറിയാം, അദ്ദേഹം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അവിടെ പൗലോസ്ലീഹ യേശുവിനെ കുറിച്ച് പറഞ്ഞത് നമ്മൾ അപ്പസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരൻ, ഇതുപോലെ ജോൺ പോൾ 2ാമൻ മാർപ്പാപ്പ പറയാണ് ആധുനിക കാലത്തെ അരിയോപാഗസ് ആണ് സോഷ്യൽ മീഡിയ. അവിടെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ പറയണം.
അത് നമുക്ക് വലിയ കൃപയായി മാറും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. എന്നവർക്ക് പറഞ്ഞ ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് ചില ആളുകൾ പറയേണ്ടത് അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ആരാ ഇതൊക്കെ വെറും പച്ച നുണയൊക്കെ വിളിച്ച് പറയണത്, അതുകൊണ്ട് അതിനൊന്നും വലിയ വിലയൊന്നുമില്ല, അതങ്ങനെ തന്നെ കെട്ടുപൊക്കോളും എന്ന് ആണ് ചില ആളുകൾ സോഷ്യൽ മീഡിയ കാണുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യുവജന മതബോധന ഗ്രന്ഥത്തിൽ യുകാറ്റ് 460 ഖണ്ഡികയിൽ യുവജന മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് എങ്ങനെയാണ്? സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും പത്രമാധ്യമങ്ങളിലും വരുന്നത് നിസ്സാര കാര്യമല്ല. തങ്ങൾ മാധ്യമങ്ങളിൽ കാണുന്നത് യാഥാർത്ഥ്യമാണെന്ന് അനേകർ, പ്രത്യേകിച്ച് കുട്ടികൾ വിചാരിക്കുന്നു. കുട്ടികളും യുവജനങ്ങളും ഈ കാര്യങ്ങളാണ് സത്യം എന്ന് വിചാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരു കാര്യം വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള നിജസ്ഥിതി നമുക്കറിയാവുന്നത് അപ്പോൾ തന്നെ പറഞ്ഞില്ലെങ്കിൽ ഈ കാണുന്നതാണ് സത്യം എന്നാണ് വായിക്കുന്നവരും കാണുന്നവരും വിചാരിക്കുന്നത്. ഒന്ന് ചെത്തി പറഞ്ഞേ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെക്കുറിച്ച് വളരെയധികം പച്ച ചീത്ത തന്നെ വിളിച്ച് പറഞ്ഞ ഭയങ്കര നുണകളൊക്കെ പച്ച നുണ തന്നെ എഴുതി പ്രചരിപ്പിക്കുന്ന ഒരു ടീമുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിൽ. ഇപ്പോഴും ഉണ്ട് ഒരുപാട് ടീമുകൾ. അതിൽ ഒരു ടീമിനെ കോണ്ടാക്ട് ചെയ്തു അവരിങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അവർ സംസാരിക്കാൻ പോലും കൂട്ടാക്കില്ല, അതുപോലെ പച്ച തെറിയൊക്കെ പറയും. അങ്ങനത്തെ ഒരു ഗ്രൂപ്പ്, അങ്ങനത്തെ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഒരു ഗ്രൂപ്പ് അങ്ങനെ അവരെ കോണ്ടാക്ട് ചെയ്ത് കുറേ കഴിഞ്ഞപ്പം ഞാനങ്ങനെ സംസാരിക്കാൻ പോയില്ല, പക്ഷേ അത് കാണേണ്ട ആളുകളെല്ലാം പല വിധത്തിൽ സംസാരിച്ചു. നിങ്ങളിങ്ങനെ പറഞ്ഞത് ശരിയല്ല, അട്ടപ്പാടിലെ കാര്യം ഞങ്ങൾക്കറിയാം, അച്ഛനെ ഞങ്ങൾക്കറിയാം, അച്ഛനെക്കുറിച്ച് നിങ്ങൾ പറയണത് പച്ച തെറ്റാണ്, നുണയാണ്, അങ്ങനെയൊന്നും ചെയ്യരുത്, ദൈവദോഷം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തുകൊണ്ട് എങ്ങനെ പറയണത്, നിങ്ങൾക്ക് വല്ല പ്രശ്നമുണ്ടോ, എന്താ കാര്യം, ഞങ്ങൾ അച്ഛനോട് പറയാം, അച്ഛൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഇങ്ങനെയൊക്കെ പറഞ്ഞ് വന്നപ്പോൾ അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്കറിയോ 10-26 വർഷം മുമ്പ് സഭയിൽ നിന്ന് മുറിവേറ്റ് പോകുന്ന ഒരാളാണ് ഞാൻ. 26 വർഷം മുമ്പ് സഭയിൽ നിന്ന് മുറിവേറ്റ് പോകുന്ന ഒരാളാണ് ഞാൻ. ഈ 26 വർഷമായിട്ടും ഇന്ന് വരെ ഒരാളും എന്നോട് എന്താ നിങ്ങളിങ്ങനെ എന്ന് ചോദിച്ചിട്ടില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് എന്താ ചേട്ടാ ഇങ്ങനെ എന്ന് ചോദിച്ച് എൻ്റെ പിന്നാലെ എന്നെ അന്വേഷിച്ച് വന്നത്. അദ്ദേഹം ആ പ്രവൃത്തി അവിടെ വെച്ച് നിർത്തി. അദ്ദേഹം പറഞ്ഞു, ഞാൻ നാട്ടിൽ വരുമ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് വരും, പ്രാർത്ഥിക്കും, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയണം, എനിക്ക് കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടൊക്കെ ഞാൻ അങ്ങനെ എഴുതിയതാണ്, അല്ലാതെ എനിക്ക് സത്യമൊന്നും പ്രചരിപ്പിക്കുന്നതല്ല, എനിക്ക് ദേഷ്യമുണ്ടായിരുന്നു, ഞാൻ ദേഷ്യം കൊണ്ട് എഴുതിയതാണ്, അതാണ് എൻ്റെ കാര്യമുള്ളൂ, വേറെ എനിക്ക് പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അത് എന്നെ സ്ട്രൈക്ക് ചെയ്തു. അദ്ദേഹം പറഞ്ഞു, 26 വർഷമായിട്ട് കൈപ്പോടും മുറിവോടും കൂടെ ഞാൻ ഇരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പലർക്കും ചില ചീത്ത എഴുതിയിട്ടുണ്ട്, പല ചീത്ത എഴുതിയിട്ട് ആരും എന്നോട് ഒന്നും മറുപടി പറഞ്ഞിട്ടില്ല, എൻ്റെ ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പോലെ എന്നെ ഫോളോ ചെയ്തിട്ടില്ല, എന്നോട് സംസാരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. നിങ്ങൾ ദിനരാത്രങ്ങളെടുത്ത് എന്നോട് സംസാരിക്കുന്നു, എന്നെ അന്വേഷിക്കുന്നു, എന്നോട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു, എനിക്ക് ഇത് മതി. അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ അതുകൊണ്ട് മാർപ്പാപ്പ പറയണത് ഇങ്ങനെയാണ്, ഇന്ന് മിഷണറി പ്രവർത്തനത്തിന് പോകേണ്ട സ്ഥലമാണ് സോഷ്യൽ മീഡിയ. പണ്ട് നമ്മുടെ മിഷണറിമാർ ഡാമിയനൊക്കെ മൊളോക്കോ ദ്വീപിലേക്ക് പോയി. വിശുദ്ധ ഫ്രാൻസിസ് സേവർ ഇന്ത്യ രാജ്യത്തേക്ക് വന്നു. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് പോയവരുണ്ട്, ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലേക്ക് വന്ന അനേകം മിഷണറിമാരുണ്ട്. അതുപോലെ പണ്ട് കാലത്ത് ഓരോ രാജ്യങ്ങളിലേക്ക്, ഇരുണ്ട ഭൂഖണ്ഡങ്ങളിലേക്കൊക്കെ മിഷണറിമാർ പ്രകാശവുമായി പോയതുപോലെ ഇന്ന് നാം മിഷണറി ചൈതന്യത്തോടെ പോകേണ്ട പ്രദേശമാണ്, ഭൂഖണ്ഡമാണ് സോഷ്യൽ മീഡിയ. ഹല്ലേലൂയ. ഇതുവരെ 7 ഭൂഖണ്ഡങ്ങളുണ്ടായിരുന്നത്, എന്നാൽ പുതിയതായിട്ടൊരു ഭൂഖണ്ഡം ഉണ്ടായിട്ടുണ്ട്. ആ ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും, മജോറിറ്റി ചെറുപ്പക്കാരും കുട്ടികളും താമസിക്കുന്നത് ഈ ഭൂഖണ്ഡത്തിലാണ്, സോഷ്യൽ മീഡിയയിലാണ്. ഞാൻ ഇന്ന് പാലക്കാട് നിങ്ങോട്ട് പോരുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു ചേട്ടൻ ഇരിപ്പുണ്ടായിരുന്നു. ചേട്ടനാണ് 40 വയസ്സുണ്ട്. അദ്ദേഹം ഫുൾ ടൈം അതിനകത്ത് മുഴുകിയിരിക്കുക, വേറെ ആരോട് സംസാരിക്കാൻ നേരെയില്ല.
എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന സ്ഥിതി ആയിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഫുൾ അതിൽ എൻഗേജഡാണ്. എത്ര മണിക്കൂറും ഒരു വിഷയമുള്ള കാര്യമല്ല. ഇതുപോലെ നിങ്ങൾ എയർപോർട്ടിൽ ചെന്ന് നോക്കുക, റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് നോക്കുക, ഏതെങ്കിലും ആളുകൾ സമ്മേളിക്കുന്ന സ്ഥലത്ത് ബസ്സിൽ കയറി നോക്കുക, വെയിറ്റിംഗ് ഷെഡിൽ ചെന്ന് നോക്കുക, എല്ലാവരും ഒരുപാട് പേര് അവരുടെ മൊബൈൽ ഫോണിൽ എൻഗേജഡാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരും കുട്ടികളും മജോറിറ്റി ആളുകൾ താമസിക്കുന്ന ഒരു നല്ല ഭൂഖണ്ഡത്തിൻ്റെ പേരാണ് സോഷ്യൽ മീഡിയ. അവിടെ സുവിശേഷവുമായിട്ട് നമ്മൾ സുവിശേഷം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഓപ്പണായിട്ടുള്ളത് പറയുക. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: വി ഹാവ് ടു അക്കമ്പനി ദം. സോഷ്യൽ മീഡിയയുടെ പാതയോരങ്ങളിൽ തളർന്നു വീണ് കിടക്കുന്ന നമ്മുടെ യുവത്വങ്ങൾക്കും നമ്മുടെ സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും വേണ്ടി കാത്തലിക് സാന്നിധ്യം കൊടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വേദിയാണ് സോഷ്യൽ മീഡിയ. അതുകൊണ്ട് അതിനകത്ത് സമയം ചെലവഴിക്കുന്നവരെ സമയം വേസ്റ്റാക്കുന്നവർ എന്നല്ല പറയേണ്ടത്. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്: നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തെക്കുറിച്ച് പഠിക്കണം. അതിനുശേഷം നിങ്ങളുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്ന വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ, നെറ്റ്വർക്കിലൂടെ നിങ്ങൾ പങ്കുവെക്കണം. ഇതിനു വേണ്ടി നിങ്ങളുടെ മുറിയിൽ, നിങ്ങളുടെ മുറിയുടെ പ്രശാന്തതയിൽ നിങ്ങളുടെ സമയം നിങ്ങൾ ഇതിനു വേണ്ടി ബലിയർപ്പിക്കുവിൻ. നിങ്ങളുടെ സമയം ഒരു 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ചിലപ്പോൾ വേണ്ടി വരുമോ, ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്തു തുടങ്ങണമെങ്കിൽ അതിനകത്ത് കുറച്ച് സമയം ആവശ്യമുണ്ട്. നിങ്ങളുടെ മുറിയുടെ പ്രശാന്തതയിൽ നിങ്ങൾ നിങ്ങളുടെ സമയം ഇതിനു വേണ്ടി ബലിയർപ്പിക്കുവിൻ. നിന്നെപ്പോലെ വേറൊരു യുവാവ്, നിന്നെപ്പോലെ വേറൊരു യുവതി, നിന്നെപ്പോലുള്ള കുട്ടികൾ അവിടെ വിശ്വാസത്തിൽ തളരാതിരിക്കാൻ കാത്തലിക് പ്രസൻസായി നിനക്കറിയാവുന്ന വിശ്വാസ വെളിച്ചവുമായി നിങ്ങൾ ആ പാതയോരങ്ങളിൽ നിങ്ങൾ മിനിസ്ട്രി ചെയ്യണം. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധ സിംഹാസനം ഈ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നതിനെക്കുറിച്ച് എക്സോർട്ടേഷനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. അനേക വർഷക്കാലമായി പരിശുദ്ധ സിംഹാസനം ഈ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ഇൻ്റർനെറ്റ് സാന്നിധ്യം വ്യാപിപ്പിക്കാനും വികസിപ്പിക്കാനുമുള്ള പ്രവർത്തനം തുടരുകയുമാണ്. സൈബർ സ്പേസിലേക്ക് പ്രവേശിക്കാൻ നടപടികൾ എടുത്തിട്ടില്ലാത്ത സഭാസംബന്ധമായ ഗ്രൂപ്പുകൾ അതിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത ആവുന്നത്ര നേരത്തെ കണ്ടെത്താൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇൻ്റർനെറ്റിൻ്റെ മണ്ഡലത്തിൽ അനുഭവജ്ഞാനമുള്ളവരും നവ ആഗതരും തമ്മിൽ അതിനെ സംബന്ധിച്ച ആശയങ്ങളും വിവരങ്ങളും കൈമാറണമെന്ന് ഞങ്ങൾ ശക്തിപൂർവം ശുപാർശ ചെയ്യുന്നു. ഇൻ്റർനെറ്റും ധാർമ്മികതയും എന്ന പ്രമാണരേഖയിലെ 5ാമത്തെ പാരഗ്രാഫ്. അപ്പം മാർപ്പാപ്പ പറയാണ്, പരിശുദ്ധ സിംഹാസനം തന്നെ മണിക്കൂറുകൾ ഇതിനുവേണ്ടി ചെലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ കാര്യത്തിൽ മുൻകൈ എടുത്തിട്ടില്ലാത്ത സഭാസംബന്ധമായ ഗ്രൂപ്പുകൾ, ഡീക്കന്മാരോ വൈദികരോ സിസ്റ്റേഴ്സോ അല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെല്ലാം ഇതിനുവേണ്ടി ഇനീഷ്യേറ്റീവ് എടുക്കണമെന്ന് പറയും. ഇതെന്നാ പറഞ്ഞിരിക്കണമെന്ന് അറിയോ? 2002 പറഞ്ഞിരിക്കുന്നതാണ്. 1948 സിനിമയുണ്ടായ കാലത്ത് അവിടുന്ന് റോമിൽ നിന്നുള്ള ഒരു എക്സോർട്ടേഷനിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്: സോഷ്യൽ മീഡിയയിലൂടെ സുവിശേഷ വേല ചെയ്യാൻ പ്രാപ്തിയുള്ള ഒരു ആത്മാവ്, ഒരു പുത്രനോ പുത്രി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതാന്തസ്സിനനുസരിച്ച് അദ്ദേഹത്തിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിനെ ആ മേഖലയിൽ സുവിശേഷവൽക്കരണത്തിന് സഹായിക്കാൻ സഭ കടപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് ശമ്പളം കൊടുക്കണം, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് നീഡ്സ് മീറ്റ് ചെയ്യണം, അദ്ദേഹത്തിനെ ആ കാര്യത്തിൽ പ്രോത്സാഹിപ്പിക്കുന്നതാണ്. ഇപ്പോൾ ഒരു നടൻ, നമ്മൾ നടൻ നടി എന്നൊക്കെ പറഞ്ഞാൽ മോശമായിട്ട് ചിന്തിക്കുന്നത്, പക്ഷേ സഭ അങ്ങനെയല്ല, നല്ലതായിട്ടാണ് കാണുന്നത്. ഒരു നടൻ, ഒരു നടി, ഒരു സിനിമ നല്ലതായിട്ടാണ് കാണുന്നത്. പ്രൈസല്ലോ. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് സുവിശേഷവൽക്കരിക്കാൻ അതുവഴി സാധിക്കുമെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് സഭ 1948 തൊട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നൊക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ധ്യാനം കൂടി തിരിച്ചു പോകുന്നവരെ നല്ല ക്രിസ്ത്യാനികളാകാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ എന്നാണ് 2002 കമ്മ്യൂണിയോ എത്ത് പ്രോഗ്രസിയോ എന്ന എക്സോർട്ടേഷനിൽ സഭ പഠിപ്പിക്കുന്നത്. നല്ല ക്രിസ്ത്യാനികളാകാൻ വേണ്ടി മാത്രമല്ല, യുവജനങ്ങളെ ഈ ഇൻ്റർനെറ്റും ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയും വാട്സപ്പൊക്കെ നന്നായിട്ട് അവരുടെ ഉള്ളിൽ കിടക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സ്വരം മറ്റുള്ളവരെ അറിയിക്കാൻ വേണ്ടി എങ്ങനെ ഉപയോഗിക്കണമെന്ന് പഠിപ്പിക്കാൻ വേണ്ടി അവരെ ബോധ്യപ്പെടുത്തണമെന്ന് സഭ നിർദ്ദേശിക്കുകയാണ്. അപ്പോൾ ഒരു ധ്യാനം കൂടി കഴിയുമ്പോൾ യുവജനങ്ങളെ നല്ല ക്രിസ്ത്യാനികളാകാൻ മാത്രമല്ല, മാധ്യമങ്ങൾ ഉപയോഗിക്കാൻ കൂടി പഠിപ്പിക്കണം. യുവജനങ്ങളെ മാത്രമല്ല, കാർന്നോമാരെയും കാർന്നോത്തികളെയും പഠിപ്പിക്കണം. അമ്മ
അപ്പോൾ കാരണത്തിൽ വിചാരിക്കണതാണ് ഈ വയസ്സന്മാരോടൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്. ഇത് ഇച്ചിരി കഴിഞ്ഞിട്ട് എടുക്കാം. കാര്യമുണ്ട്, ഞാൻ പറയാം. കാരണവത്തികളും വിചാരിക്കണം ഞങ്ങളുടെ കാലം കഴിഞ്ഞ്, ഞങ്ങൾക്ക് ഇനി ഇൻ്റർനെറ്റ് എന്ത്, ഞങ്ങൾക്ക് ഒരു കാര്യമില്ല, ഞങ്ങൾക്കൊന്നും വഴങ്ങാത്ത സംഗതി. അങ്ങനെയല്ല. ഞാനൊരു സംഭവം പറയാം. ചിലപ്പോൾ ആ ചേട്ടൻ ഇതിനകത്ത് ഇരിക്കുന്നുണ്ടാവും. അട്ടപ്പാടിയിൽ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു. ആ ചേട്ടൻ ശ്രദ്ധിച്ചേ, അട്ടപ്പാടിയിൽ ഒരു ചേട്ടൻ കമുകിന് കളയ്ക്കും, തെങ്ങിന് കളയ്ക്കും, തെങ്ങ് വെക്കും, കമുക് വെക്കും, വാഴ നടും, ഇഞ്ചി നടും. ഇവിടുന്ന് തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി അട്ടപ്പാടി വന്ന ചേട്ടനാണ്. ആ ചേട്ടനെ ഞാൻ ഈ അടുത്ത കാലത്ത് കണ്ടപ്പോൾ ആ ചേട്ടനൊരു സംഭവം പറഞ്ഞു. അച്ഛാ, എൻ്റെ മകൻ കോളേജ് പഠിപ്പ് കഴിഞ്ഞ്, യൂണിവേഴ്സിറ്റി പഠിപ്പെല്ലാം കഴിഞ്ഞ് അവന് വിദേശത്തേക്ക് ജോലി കിട്ടിയച്ചാ. ഞാൻ പറഞ്ഞു നല്ല കാര്യം. അതിനുശേഷം ആ കുടുംബത്തിൽ ഇതായ സംഭവം ചേട്ടൻ വിവരിക്കുകയാണ്. ഈ മകന് വിദേശത്ത് ജോലി കിട്ടി, വിസ കിട്ടി, ജോലി ഉറപ്പായി കഴിഞ്ഞപ്പോൾ ഈ ചേട്ടൻ മകനോട് പറഞ്ഞു, എൻ്റെ മകനെ, നീ എത്രയും പെട്ടെന്ന് പോയി ഒരു ലാപ്ടോപ്പ് വാങ്ങി എനിക്ക് തരാൻ പറഞ്ഞു. ഈ ചേട്ടന് ഇതുകൊണ്ട് യാതൊരു കണക്ഷനില്ലാത്ത ചേട്ടനാണ്. ഈ തെങ്ങിന് കളയ്ക്കുക, പറമ്പിന് കളയ്ക്കുക എന്നല്ല ഈ ചേട്ടന് യാതൊരു ഐഡിയ ഇല്ലാത്ത ചേട്ടൻ പറയുന്നത് എനിക്കൊരു ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞു. കുടുംബം ഞെട്ടി, ഭാര്യ അപ്സെറ്റായി. ഈ വയസ്സാങ്കാലത്ത് എന്തിനു പുറപ്പാടാണെന്നാണ് ഭാര്യ. മക്കൾ ഞെട്ടി. എന്തായാലും ശരി, മകൻ നല്ല മകനാണ്, അപ്പം പറഞ്ഞല്ലെന്ന് പറഞ്ഞ് ഒരു ലാപ്ടോപ്പ് പാലക്കാട് എവിടെ പോയി നല്ലൊരു ലാപ്ടോപ്പ് വാങ്ങിക്കൊണ്ട് കൊടുത്തു. ഇപ്പം പറഞ്ഞു ലാപ്ടോപ്പ് മാത്രം പോരാ, എനിക്ക് ഇൻ്റർനെറ്റ് കണക്ഷനും വേണമെന്ന് പറഞ്ഞു, നെറ്റ് കണക്ഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പന് വിവരമൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കും വെറും തെങ്ങിന് കളയ്ക്കണവരാണ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ മക്കളെ. അപ്പോൾ അങ്ങനെ അവരെന്ത് ചെയ്തു, പോയി നെറ്റ് കണക്ഷനൊക്കെ എടുത്ത് ഒരു പാക്കേജ് എടുത്ത് അത് ഇൻസ്റ്റാൾ ചെയ്തെല്ലാം ശരിയാക്കി. അങ്ങനെ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ, ലോണാക്കണം, ഓഫാക്കണം, പിന്നെ സ്കൈപ്പ് വേണമെന്ന് പറഞ്ഞു. അതും എടുത്തു കൊടുത്തു. അത് സംഭവമുണ്ട്, അതൊക്കെ എടുത്തു കൊടുത്തു. എനിക്കിപ്പോഴും അതിനെക്കുറിച്ച് വശമായിട്ടില്ല. പക്ഷേ ഈ തെങ്ങിൻ്റെ കമുകിൻ്റെ ചൂട്ടി കളച്ചിരുന്ന ചേട്ടന് ഇതൊക്കെ നല്ല, ചേട്ടൻ പറഞ്ഞ് സ്കൈപ്പ് വേണമെന്ന് പറഞ്ഞു. ചേച്ചിക്ക് ഒരു സാധനം മനസ്സിൽ സ്കൈപ്പ് എന്ന് പറഞ്ഞാൽ വേറെ വല്ല സാധനത്തിൻ്റെ പേരെന്ന് വിചാരിച്ചിരിക്കും. ഫ്രീസല്ല ഈ വിസ്കി ബ്രാൻഡി എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ വേറെ വല്ല ആയിരിക്കും. എന്തായാലും ശരി, മകൻ അതൊക്കെ മനസ്സിലാക്കി സ്കൈപ്പൊക്കെ എടുത്ത് കൊടുത്തു. അങ്ങനെ പിന്നെ അതൊക്കെ പഠിപ്പിച്ചു. ഓണാക്കണം, ഓഫാക്കണം, അവരൊക്കെ അപ്പനെ പഠിപ്പിച്ചു. അപ്പൻ ചോദിച്ചു, ഓരോ ദിവസം അപ്പൻ കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കി. അപ്പൻ അതൊക്കെ പഠിച്ചിട്ട് ഈ മകൻ വിദേശത്തേക്ക് പോകുന്നതിൻ്റെ തലേ രാത്രി എല്ലാവരും ഒരുമിച്ച് കൂട്ടിയിട്ട് പറഞ്ഞു, നാളെ 7 മണിക്ക് ഞാൻ സ്കൈപ്പ് ഓണാക്കും, എന്നിട്ട് ഇവിടെ കൊന്ത തുടങ്ങും, നീ അവിടെ മറുപടി ചൊല്ലിക്കോളണം എന്ന് പറഞ്ഞു. എല്ലാ രാത്രിയും ഈ പ്രാർത്ഥനാമുറി നീ അവിടെ ഇരുന്ന് കാണണമെന്ന് പറഞ്ഞു. ഈ കുരിശുരൂപത്തിന് മുമ്പിൽ, ഈ മാതാവ് തിരുക്കുടുംബ രൂപം ഉണ്ടല്ലോ, നീ ഏത് രാജ്യത്തിരുന്നാലും ശരി, ഈ തിരുക്കുടുംബത്തിന് മുമ്പിൽ ഇരുന്ന് നീ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ഞാനും നിൻ്റെ അമ്മയും കൂടെ ഇവിടെ ഇരുന്ന് സ്വർഗസ്വനായ പിതാവ് ചെല്ലും, നീ അവിടെ ഇരുന്ന് മറുപടി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ സന്ധ്യാപ്രാർത്ഥന നാളെ തൊട്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. എന്താ മിണ്ടാതിരിക്കുന്നത്? ഹല്ലേലൂയ. ഞാൻ ഈ ചേട്ടനോട്, ചേട്ടാ എങ്ങനെ ഈ ബുദ്ധി ഉദിച്ചത്? എനിക്ക് ഇത്രയും കാലമായിട്ട് അങ്ങനത്തെ ഒരു ബുദ്ധി തോന്നിയില്ല. ഞാൻ വേണമെങ്കിൽ നമുക്കൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം, നമ്മുടെ ടീം മെമ്പേഴ്സായിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാനേ. ഞാനിവിടെ ഇരിക്കും, ടീം മെമ്പേഴ്സ് അട്ടപ്പാടി ഇരിക്കും, സ്കൈപ്പിൽ ഇരുന്ന് നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എങ്ങനെ ഈ ബുദ്ധി ഉദിച്ച് ചേട്ടാന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ അച്ഛാ ചോര നീരാക്കി വളർത്തിയ മക്കളാ. ഇത് ജോലി കിട്ടി ഇവിടെ ഒന്നും നമ്മുടെ വീട്ടിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല. ജോലി കിട്ടി പുറത്തേക്ക് പോകണം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം ഞാൻ കാണുന്നവരോടൊക്കെ ചോദിക്കും, ഞങ്ങളുടെ മക്കൾ പോവുകയാണ്, സന്ധ്യാപ്രാർത്ഥന എങ്ങനെ ചെയ്യും, എങ്ങനെ ഞങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റും, ഇവർ കണക്ഷൻ വേണ്ടേ, എല്ലാം പോവുകയാണല്ലോ, ആകെ തവിടുപൊടിയാകുമല്ലോ എന്ന് പറഞ്ഞ് ഈ ചേട്ടൻ എല്ലാവരും ആരെ കണ്ടാലും അവരോടൊക്കെ ചോദിക്കും, എങ്ങനെ ഇവരുമായിട്ട് എങ്ങനെ കണക്ഷൻ ഉണ്ടാവും എന്ന് ചോദിക്കും. വല്ലപ്പോഴും ഒന്ന് ഫോൺ പിടിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്ത ബുദ്ധിയാണ്, ഇങ്ങനെ ലാപ്ടോപ്പ് മേടിക്കണം, അതിനകത്ത് സ്കൈപ്പുണ്ട്, സ്കൈപ്പ് ഓണാക്കി എല്ലാ ദിവസവും ആളെ നേരിട്ട് കാണാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചേട്ടൻ്റെ ബുദ്ധിയാണെന്ത്, നേരിട്ട് കാണാമെങ്കിൽ ഇവിടെ പറഞ്ഞാൽ അവിടെ കേൾക്കുമെന്ന് ചോദിച്ചു. കേൾക്കുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് പറഞ്ഞു ഇങ്ങോട്ട് കേൾക്കുമെന്ന് ചോദിച്ചു. കേൾക്കുമെന്ന് പറഞ്ഞു. ചേട്ടന് വേറെ ഒന്നുമില്ല, കൊന്ത ചെല്ലണം, അത്രേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു അങ്ങനെ ഞാൻ ഇവിടുന്ന് സ്വർഗസ്വനായ ചെല്ലാം, അവിടുന്ന് മറുപടി അത് ചെല്ലാമെന്ന് പറഞ്ഞു. ചേട്ടൻ പിന്നെ വേറൊന്നും ചിന്തിച്ചില്ല. ചേട്ടൻ അതങ്ങോട്ട് ഇന്നും അവർ സന്തോഷമുള്ള കുടുംബമാണ്. ഇന്നും സന്തോഷമുള്ള, ഇന്നും സന്ധ്യാപ്രാർത്ഥന നടക്കണുണ്ട്. ഒന്ന് ചെതി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം മകൻ പറഞ്ഞു, അവിടുത്തെ സമയം ഇവിടുത്തെ സമയം വ്യത്യാസമുണ്ട് അപ്പാ.
ഞാൻ പറഞ്ഞു അല്ല, അപ്പം പറഞ്ഞ് വ്യത്യാസം ഉണ്ടെങ്കിൽ സാരമില്ല, നിനക്ക് വേണ്ടി ഇവിടുത്തെ സമയം അഡ്ജസ്റ്റ് ചെയ്തോളാം, നീ ജോലി കഴിഞ്ഞ് പറയുന്ന സമയം പറയാ, ആ സമയം ഇവിടുത്തെ സമയമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെയിറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. ഇച്ചിരി സമയം മാറ്റേണ്ടി വരും, എന്നാലും ശരി, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. സന്ധ്യാപ്രാർത്ഥന ഒന്നിച്ച്. ഇതാണ് മാർപ്പാപ്പ പറയുന്നത്. നല്ല ക്രിസ്ത്യാനികളാകാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ, മാധ്യമങ്ങളും ഇൻ്റർനെറ്റും നന്നായി ഉപയോഗിക്കാൻ യുവജനങ്ങളെ മാത്രം പോരാ, എല്ലാവരെയും പഠിപ്പിക്കണം. പ്രത്യേകിച്ച് യുവജനങ്ങളെ. അവർ സ്വീകർത്താക്കളായിരിക്കുമ്പോൾ നല്ല ക്രിസ്ത്യാനികളാകാൻ മാത്രം പഠിപ്പിച്ചാൽ പോരാ. നല്ല ക്രിസ്ത്യാനികളായിരിക്കാൻ മാത്രമല്ല അവരെ പഠിപ്പിക്കേണ്ടത്, മാധ്യമ മണ്ഡലത്തിലുള്ള സമ്പർക്ക ഉപകരണങ്ങളെല്ലാം സജീവമായി ഉപയോഗിക്കാനും അവരെ പഠിപ്പിക്കണം. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി. അവരെ പഠിപ്പിക്കണം. അങ്ങനെ പണ്ടേ തുടങ്ങിക്കഴിഞ്ഞ സാമൂഹിക സമ്പർക്ക യുഗത്തിലെ യഥാർത്ഥ പൗരന്മാരായി തീരും യുവജനങ്ങൾ. ആ പുതിയ ഭൂഖണ്ഡം ഉണ്ടല്ലോ, ആ പുതിയ ഭൂഖണ്ഡത്തിലെ നല്ല പൗരന്മാരായി മാറും നമ്മുടെ യുവജനങ്ങൾ. സൈബർ യുഗത്തിലെ നല്ല പൗരന്മാരായി തീരും നമ്മുടെ ഇന്ന് ഒരുപാട് ചെറുപ്പക്കാർ വിശ്വാസത്തിന് വേണ്ടി നല്ല വിധത്തിൽ അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എഴുതുന്നുണ്ട്. ചേട്ടൻ എഴുതിയത് അങ്ങനെയാണെങ്കിലും മറിച്ച് ഇങ്ങനെ സഭയ്ക്ക് ഇങ്ങനത്തെ ഒരു ആശയമുണ്ടല്ലോ, അപ്പം മറ്റും ശരിയാണോ, ശരിയാണല്ലോ, എന്നാൽ ശരി. അപ്പോൾ അവർക്ക് അത്രയേ ഉള്ളൂ. ഒരു കാര്യം നമ്മൾ ഒരാശയം പറയുമ്പോൾ നമ്മുടെ ആശയം പറയണം. ഒന്ന് വെച്ചത് പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. പിന്നെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് ഹെയ്റ്റ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില സൈറ്റുകൾ അതിനകത്തുണ്ടായിരിക്കും. വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില മാഗസിൻസ്, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില ചാനലുകൾ, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ചില ഫേസ്ബുക്ക് പേജുകൾ, അങ്ങനെ പലതും ഉണ്ട്. അതിൻ്റെ പേര് ഹെയ്റ്റ് സൈറ്റ്സ് എന്നാണ്. അതിനെക്കുറിച്ച് സഭയുടെ പ്രബോധനം നമുക്ക് ചില ഉൾക്കാഴ്ച തരുന്നുണ്ട്. ഇൻ്റർനെറ്റ് അവതരിപ്പിക്കുന്ന സവിശേഷ പ്രശ്നങ്ങൾ ഒന്നാണ് വിദ്വേഷ പ്രസ്ഥാനങ്ങൾ, ഹെയ്റ്റ് സൈറ്റ്സ്. മതപരവും വംശീയവുമായ ഗ്രൂപ്പുകളെ അപകീർത്തിപ്പെടുത്താൻ. മതപരവും വംശീയ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ കത്തോലിക്ക സഭ ഒരു മതപരമായ ഒരു സമുദായമാണ്. അതും അല്ലെങ്കിൽ മലങ്കര സഭ, ഏതെങ്കിലും ഓരോ സഭാ സമൂഹങ്ങൾ മതപരവും വംശീയവുമായ ഗ്രൂപ്പുകളെ അപകീർത്തിപ്പെടുത്താനും ആക്രമിക്കാനുമാണ് അവിടെ അവർ മുതിരുന്നത്. അവയിൽ ചിലതിൻ്റെ ലക്ഷ്യം കത്തോലിക്ക സഭയാണ്. കത്തോലിക്ക സഭയെ താറടിക്കുക, കത്തോലിക്ക സഭയെ ചാണകത്തിൽ മുക്കിയ കുറ്റിച്ചൂലും കൊണ്ട് അടിക്കുക എന്ന് പറഞ്ഞ് തന്നെ തുടങ്ങിയ ചില ഗ്രൂപ്പുകളുണ്ട്. അവരുടെ ഉദ്ദേശം വേറൊന്നുമില്ല, ദേഷ്യം കലി തീർക്കുക. പട്ടിയും പാമ്പും കടിക്കുന്നത് വിശപ്പ് തീർക്കാനല്ലെന്ന് ആണ് പണ്ടൊരു ചേട്ടൻ പറഞ്ഞത്. ചേട്ടന്മാർക്ക് ഉൾക്കാഴ്ചയുണ്ട്. പട്ടിയും പാമ്പും കടിക്കുന്നത് വിശപ്പ് തീർക്കാനല്ലെന്നാണ് പറയണത്. പ്രൈസ് ദി ലോർഡ്. ഒരു ചേട്ടൻ പറഞ്ഞതാണ് പട്ടിയും പാമ്പും കടിക്കുന്നത് വിശപ്പ് തീർക്കാനല്ലെന്ന് അച്ഛൻ അറിയാൻ പാടില്ല. ഇത് ഇങ്ങനത്തെ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞതാണ്. അതാണ് വിദ്വേഷ സ്ഥാനങ്ങൾ. വായിക്കുമ്പോൾ അപ്പോൾ പറയുന്നത് ഇങ്ങനെയാണ്, ചിലരുടെ ഉദ്ദേശം കത്തോലിക്ക സഭയാണ്. ഇനി അടുത്തത്, അവയിൽ ചില മാധ്യമങ്ങളിലെ അശ്ലീല സാഹിത്യവും അക്രമവും പോലെ ഇൻ്റർനെറ്റിലെ വിദ്വേഷ പ്രസ്ഥാനങ്ങൾ പാപത്താൽ മലിനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ കറുത്ത വശങ്ങളുടെ പ്രതിഫലനങ്ങളാണ്. നമ്മൾ കുറച്ച് ടോളറേറ്റ് ചെയ്യേണ്ടി വരും. അവർ പറയട്ടെ, പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവർക്ക് വേണ്ടി കുർബാന അർപ്പിക്കണം, അവർക്ക് വേണ്ടി പരിഹാരം ചെയ്യണം. അപ്പോൾ ദൈവകൃപ അവരുടെ മേൽ നിറയും. അപ്പോൾ അവർ ദൈവത്തിൻ്റെ നല്ല കൃപയിലേക്ക് വരും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ, ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹാലേലൂയ, ഹാലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു വ്യക്തി എന്നോട് പറഞ്ഞിങ്ങനെയാണ്, അച്ഛാ അതെ അച്ഛനൊന്നും അതിനകത്ത് പോകണ്ട കേട്ടോ, ഭയങ്കര ചീത്തവിളി കേൾക്കും, ഭയങ്കരമായിട്ട് പച്ചത്തെറി തന്നെ വിളിച്ച് പറയും. അങ്ങനെ പറയുമ്പോൾ അതെല്ലാം മഹാമോശമാണ്, മഹാമോശമായ വാക്കുകൾ അച്ഛനെതിരെ പറയുമെന്ന് പറഞ്ഞു. നിങ്ങൾക്കെതിരെയും പറയാം. നിങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കുന്ന മോശ കാലബനെ ജോഷുവയും കാലബനും എന്താ പറഞ്ഞത്? കല്ലെറിഞ്ഞ് കൊല്ലാൻ പറഞ്ഞില്ലേ? അതേമാതിരി നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം, ഇതേ ഇങ്ങനെയാണ് എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്നത്, വിശുദ്ധ കുർബാന സാക്ഷാൽ ദൈവമാണ്, അവിടെ അതിനെക്കുറിച്ച് നിങ്ങൾ അധിക്ഷേപിക്കരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചീത്ത വിളിക്കും. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുമെന്നാണ് ചില ആളുകൾ എന്നോട് ചോദിച്ചത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോ അനേകരുടെ തുപ്പലും നിന്ദനവും ഏറ്റെടുത്തു. അനേകരുടെ തുപ്പലിൽ നിന്ന് ഏറ്റെടുത്തപ്പോൾ അത് അവർക്ക് സൗഖ്യമായി മാറി. ഈശോയുടെ മാറിൽ ആഞ്ഞു കുത്തിയപ്പോൾ അവിടെ നിന്ന് രക്തം പുറപ്പെട്ടു, അത് ലുങ്കീനോസിൻ്റെ കണ്ണിൽ ചെന്ന് വീണു, ആ കണ്ണ് കാഴ്ചയുള്ളതായി മാറി. വാശിയും ദേഷ്യവും കൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ വാശിയോ ദേഷ്യമോ അതല്ല അതിനകത്ത്. നമ്മുടെ സുവിശേഷത്തിൻ്റെ ചൈതന്യമാണ് അതിലൂടെ പ്രസരിക്കേണ്ടത്. അവരൊക്കെ പറഞ്ഞേ ഹാലേലൂയ. ഒരാൾ കുറേ ചീത്ത വിളിക്കുകയാണെങ്കിൽ ഓക്കെ ചീത്ത വിളിച്ചോട്ടെ,
പക്ഷെ നമ്മൾ പറയാനുള്ളത് നമ്മൾ മുടക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയാനുള്ളത് കൃത്യം പറയും. ചീത്ത വിളിക്കണമെങ്കിൽ ആ ചീത്ത ഏറ്റെടുക്കണം. തുപ്പൽ നിന്ദയുണ്ടെങ്കിൽ തുപ്പൽ നിന്ദ ഏറ്റെടുക്കണം. അങ്ങനെ നമ്മളത് ഏറ്റെടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം ആ മുറിവ് ഏറ്റെടുക്കുമ്പോൾ അവരുടെ മുറിവ് സുഖം പ്രാപിക്കും. ആരെങ്കിലും ഒരാൾ ആ മുറിവ് വേദന ഏറ്റെടുത്താലേ അവർക്ക് ആത്മാവ് രക്ഷ പ്രാപിക്കുകയുള്ളൂ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ കരുത്ത് തെളിയിക്കാനും ശക്തി തെളിയിക്കാനല്ല, ഈ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോണത്. അല്ലെങ്കിൽ നമ്മളൊരു പൊതുയോഗത്തിൽ ഒരു കാര്യത്തിൽ സംസാരിക്കുന്ന സമയത്ത് വലിയ വാശി ദേഷ്യത്തിൻ്റെയും അത് എരിവ് കൂട്ടാൻ വേണ്ടി അല്ല നമ്മളവിടെ സംസാരിക്കുന്നത്. നമ്മളവിടെ സംസാരിക്കുമ്പോൾ അവർ ചീത്ത വിളിക്കുന്നതും തെറി വിളിക്കുന്നതിൽ ഏറ്റെടുത്ത് അതിനൊന്നും മറുപടി പറയാൻ പോകണ്ട. പക്ഷേ നമ്മളെ പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന സത്യങ്ങൾ നമ്മൾ പറയണം. അപ്പോൾ നമ്മൾ ആ ചീത്തയും തെറി ഏറ്റെടുക്കുന്ന സമയത്ത് ആരെങ്കിലും ആ തെറി ഏറ്റെടുക്കുമ്പോൾ ആ തെറി പറയാൻ കാരണമായ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഈശോ അവിടെ സുഖം കൊടുക്കും, സൗഖ്യപ്പെടുത്തും. അങ്ങനെ വലിയ സൗഖ്യത്തിൻ്റെ ശുശ്രൂഷ നടക്കാൻ പറ്റും. ഞാൻ പറഞ്ഞില്ലേ, മറ്റേ ഒരു ചേട്ടൻ പറഞ്ഞില്ലേ, ഈ 10-26 വർഷം കൈപ്പോടിയിരുന്നു. അദ്ദേഹം പറഞ്ഞ തെറിയെല്ലാം കേട്ടു. അദ്ദേഹത്തിന് ചേട്ടാ ഇന്നാലും എന്താ ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു ഹീലിംഗ്, ഒരു കൃപ നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ആദ്യമായിട്ടാണ് ഒരു സാന്ത്വനം, ഒരാൾ എന്നെ അന്വേഷിച്ച് വരണത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രശ്നമെല്ലാം തീർന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർക്ക് സൗഖ്യം കിട്ടും, അവർക്ക് ദൈവം ഒരു കൃപ അങ്ങോട്ട് കൊടുക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതിന് ഈ രംഗത്ത് നമ്മൾ പോകുന്ന സമയത്ത് കുറച്ച് ക്ഷമ, അത് നമ്മൾ സഹിഷ്ണുത എന്നാണ് അതിനെ പറയുന്നത്. സഹിഷ്ണുത, കുറച്ച് സഹിഷ്ണുത ആ കാര്യത്തിൽ നമ്മൾ പുലർത്തണം. അതിനെക്കുറിച്ച് സഭ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: കുറച്ച് ഇങ്ങനെ വിദ്വേഷ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരിക്കും. അത് പാപത്താൽ മലിനമാക്കപ്പെട്ട മനുഷ്യപ്രകൃതി കറുത്ത വശങ്ങളാണ്. അത് സഹിഷ്ണുതയോടെ നാം ഏറ്റെടുക്കണം. അപ്പോൾ അവരുടെ മേൽ ദൈവകൃപ വന്ന് അവരും സന്തോഷത്തിൻ്റെ ജീവിതങ്ങളായി രൂപാന്തരപ്പെടും. ഒന്ന് ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഇൻ്റർനെറ്റ് ഉപയോഗത്തിൽ നിന്ന് പിൻവലിയരുത്. പല സമ്മർദ്ദങ്ങൾ വരും, പല വിഷമങ്ങൾ വരും. ഒരു തവണ 2 തവണ എഴുതി കഴിയുമ്പോൾ പിന്നെ ഒരിക്കലും എഴുതാൻ പറ്റാത്ത വിധമുള്ള ചില ബുദ്ധിമുട്ടുകൾ വരും. പക്ഷേ സഭ അതിനെക്കുറിച്ച് ജോൺ പോൾ II മെസ്സേജ് ഫോർ വേൾഡ് കമ്മ്യൂണിക്കേഷൻ്റെ 1990 ജോൺ പോൾ II മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറഞ്ഞിങ്ങനെയാണ്: സഭയുടെ എല്ലാ തലങ്ങളിലുമുള്ളവർ എന്ന് പറഞ്ഞാൽ കർദിനാളന്മാർ, ബിഷപ്പുമാർ, വൈദികർ, ഡീക്കന്മാർ, കൈക്കാരന്മാർ, സിസ്റ്റേഴ്സ്, എല്ലാവരും, വൈദിക വിദ്യാർത്ഥികൾ, സഭയുടെ എല്ലാ തലങ്ങളിലുള്ളവർ ഇൻ്റർനെറ്റ് സർഗാത്മകത ഉപയോഗിക്കുക എന്നതും സുപ്രധാനമായ കാര്യമാണ്. തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാനും സഭയുടെ ദൗത്യം പൂർത്തിയാക്കാൻ സഹായിക്കാനും വേണ്ടിയാണ് അങ്ങനെ ചെയ്യേണ്ടത്. സാങ്കേതിക വിദ്യയോടുള്ള ഭയം കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ ഭീതിയോടെ പിൻവലിയുക ഇൻ്റർനെറ്റിൻ്റെ ഭാവാത്മകമായ അനേകം സാധ്യതകളെ പരിഗണിക്കുമ്പോൾ സ്വീകരിക്കത്തക്ക സംഗതിയല്ല. എന്ന് പറഞ്ഞാൽ അതിനകത്ത് പോയാൽ പാപത്തിൽ വീഴും, അതിനകത്ത് പോയാൽ അശ്ലീലം ഉണ്ടാവും, അതിനകത്ത് പോയാൽ നിരീശ്വരവാദമുണ്ട്, അതങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഉന്നയിക്കാം. അതുകൊണ്ട് ഇതൊക്കെ ഉന്നയിച്ചിട്ട് നമ്മൾ അതിൽ നിന്ന് ഭീതിയോടെ പിൻവലിയുക എന്നുള്ളത് സ്വീകരിക്കത്തക്ക വാദഗതി അല്ലെന്ന് ജോൺ പോൾ II മാർപ്പാപ്പ 1990 പറഞ്ഞു. എത്ര വർഷം മുമ്പാണ്? 28 വർഷം മുമ്പ് ഇതിനെക്കുറിച്ച് മാർപ്പാപ്പായുടെ കാഴ്ചപ്പാട് പറഞ്ഞത്. 28 വർഷം മുമ്പ്. എന്നിട്ട് നമുക്കിതുവരെ ഹൃദയം ഓപ്പൺ ആയിട്ടില്ല. നമ്മളത് ആരെങ്കിലും മൊബൈൽ ഫോണോ ഇതൊക്കെ ഉപയോഗിക്കണം കണ്ടാൽ നിങ്ങൾ സമയം വേസ്റ്റ് ആക്കുക, നിങ്ങൾ പള്ളി പോയി ആ സമയം കൊണ്ട് പള്ളി പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പാടില്ലെന്ന് ചോദിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, സോഷ്യൽ മീഡിയ പറയേണ്ടടുത്ത് പറയണം. നമ്മുടെ പ്രാർത്ഥനയുടെ റിസൾട്ട് അവിടെ കാണിക്കണം. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ നമ്മൾ ഇൻ്റർനെറ്റിലേക്ക് പോകുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്. ഒന്ന്, അവിടെ ഇരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ച് നോക്കിക്കേ, നമ്മുടെ പള്ളിയിൽ വരുന്നവർ ഒരുവിധം വിശ്വാസമുള്ളവരും പ്രാർത്ഥിക്കുന്നവരാണ് പള്ളി വരണത്. ശരിയല്ലേ? ശരിയല്ലേ? പള്ളി വരുന്നവർ ഒരുവിധം വിശ്വസിക്കുന്നവരും ധ്യാനത്തിന് വരുന്നവർ ഒരുവിധം ദൈവത്തിൻ്റെ സ്വരം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരാണ് ധ്യാനത്തിന് വരുന്നത്. എന്നാൽ ഇൻ്റർനെറ്റിലേക്ക് ചെന്നാൽ അവിടെ ഇരിക്കുന്നത് ഇത് സ്വീകരിക്കാനുള്ളവരല്ല, നിഷേധിക്കാനും ദുഷിക്കാനും വേണ്ടി തന്നെ ഇരിക്കുന്നവരുണ്ടാവും. ഒരു കാര്യം പറയുമ്പോഴേക്കും അതിനെതിരെ 10 വാദഗതികളായിട്ട് വരുന്നവരുണ്ടാവും. കയ്പോടും വെറുപ്പോടും ദുഷിച്ചും കലിയോടും പിന്നെ വേദനയോടും മുറിവേറ്റുമൊക്കെ ഇരിക്കുന്നവരെല്ലാം അവിടെ ഉണ്ടായിരിക്കും.
നീ പറഞ്ഞു 26 വർഷമായിട്ട് കൈപ്പോടെ ഇരിക്കുക എന്ന് പറഞ്ഞില്ല. അതേമാതിരി കൈപ്പോടും വെറുപ്പോടും വേദനയോടും കലിപ്പോടും കൂടി ഇരിക്കുന്നവരെല്ലാം അവിടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ പള്ളി പറഞ്ഞെന്താ എന്നും കേൾക്കുന്നവർ അതിനെ കേട്ടോണ്ടിരിക്കുന്നത്. നമ്മൾ കൺവെൻഷന് പറഞ്ഞാൽ എന്നും കൺവെൻഷൻ താല്പര്യമുള്ളവരടുത്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഒരിക്കലും താല്പര്യമില്ലാത്തവർ, എനിക്ക് ദൈവത്തെ വേണ്ട, എനിക്ക് വിശ്വാസം വേണ്ട, ഇതൊന്നും ശരി, ഇത് തട്ടിപ്പാണ്, ഇതൊക്കെ വെറും പൊള്ളയാണ്, ഇതൊന്നും ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനൊക്കെ കൊട്ടിയടച്ച് വാതിൽ കൊട്ടിയടച്ച് താല്പര്യമില്ലാതിരിക്കുന്നവരാണ് അവിടെയുള്ളത് കുറേ പേര്. അവരോട് സുവിശേഷം പറയാൻ നമ്മൾ ധാരാളം പ്രാർത്ഥിക്കണം. സാധാരണ പോലെ കുറേ കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം. പിന്നെ അവർ നമ്മളൊരു കാര്യം പറയുമ്പോൾ അനേകം എതിർവാദഗതികൾ പറയും. അപ്പോൾ നമ്മുടെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കണം. മാതാവിൻ്റെ വിമല ഹൃദയത്തിനെ പ്രതിഷ്ഠിക്കണം. എത്രയും തേള മാതാവേ എന്നുള്ള ജപം ചൊല്ലുക. നമുക്ക് നമ്മുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയും ധാരാളം നമ്മൾ പ്രാർത്ഥിക്കണം. വെറുതെ ഒരു വിനോദം പോലെ ചെയ്യരുത്. വിനോദം പോലെ ചെയ്താൽ അത് ചിലപ്പോൾ ദോഷമായി മാറും. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിച്ച് നല്ല വിധം ചെയ്താൽ നമുക്കും അവർക്കും അനേകർക്ക് ആത്മരക്ഷയ്ക്ക് അത് കാരണമാകും. ഒന്ന് ചൊല്ലി പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയം നിങ്ങളെ തന്നെ പ്രത്യക്ഷിക്കുക. എത്രയും തേള മാതാവ് പ്രാർത്ഥന നന്നായിട്ട് ചൊല്ലുക. പിന്നെ വിശുദ്ധ കുർബാന ഇങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് നിങ്ങൾ ചെയ്യുക. ഇങ്ങനെ ഒരു നല്ലൊരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ വേണം നിങ്ങളിത് പോകാൻ. പിന്നെ രണ്ടാമത്, ഒറ്റയ്ക്കൊറ്റയ്ക്കിരുന്ന് ചെയ്യുന്നതിനേക്കാൾ ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് ചെയ്താൽ അതിന് വലിയൊരു സംരക്ഷണമുണ്ട്. നമ്മളവിടെ വൈദിക വിദ്യാർത്ഥികളൊക്കെ ചെയ്യുമ്പോൾ അവർ ഒരുമിച്ചൊരു മുറിയിൽ ഒരുമിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യും, വിശ്വാസത്തെക്കുറിച്ച് പറയും, വിശ്വാസത്തെക്കുറിച്ച് ഷെയർ ചെയ്യും, ഒരുമിച്ചാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വരാവുന്ന അനേക ദോഷങ്ങൾ ഒഴിവാക്കിയെടുക്കാൻ പറ്റും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ അതുകൊണ്ടൊരു കുടുംബത്തിൽ ഇരിക്കുന്ന സമയത്ത് പബ്ലിക്കായിട്ട് എല്ലാവർക്കും കാണാവുന്ന ഒരു പബ്ലിക് സ്ഥലത്ത് അങ്ങനെ ഒരുമിച്ചിരുന്ന് ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുകയും മാതാപിതാക്കളുമായിട്ട് ഷെയർ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്താൽ അതിൻ്റേതായ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്, അനുഗ്രഹമുണ്ട്. ഈ കാര്യം നിങ്ങളെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി ഇന്ന് നമ്മൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറഞ്ഞ ആ കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. സാമൂഹിക സമ്പർക്ക രംഗത്ത് പ്രവർത്തിക്കുന്ന കത്തോലിക്കർ യേശുവിനെ പറ്റിയുള്ള സത്യം പൂർവാധികം ധീരതയോടെ പുരമുകളിൽ നിന്ന് പ്രഘോഷിക്കട്ടെ. ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയായ ഒരാളായിരിക്കുന്ന യേശുക്രിസ്തുവിലുള്ള ദൈവത്തിൻ്റെ ആത്മസമ്പർക്കത്തിൻ്റെ കേന്ദ്രമായ സ്നേഹത്തെക്കുറിച്ച് അങ്ങനെ എല്ലാ സ്ത്രീ പുരുഷന്മാരും കേൾക്കട്ടെ. ഉച്ചത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം പുരമുകളിൽ പ്രഘോഷിക്കുന്ന സ്ഥലമാണ് സോഷ്യൽ മീഡിയ. ഇതുപോലെ തന്നെയാണ് യൂട്യൂബ് ചാനലും, അതുപോലെ പത്രമാധ്യമങ്ങളും, അതുപോലെ മറ്റ് മീഡിയകളെല്ലാം. ഇന്ന് ഈ രാത്രി കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. 5 താലന്ത് കിട്ടിയവരിവിടെ ഇരിക്കുന്നുണ്ട്, 2 താലന്ത് കിട്ടിയവരിവിടെ ഇരിക്കുന്നുണ്ട്, 1 താലന്ത് കിട്ടിയവരിയ്ക്കുന്നുണ്ട്. നമുക്ക് കർത്താവ് തന്ന കഴിവുകൾ ക്രിയാത്മകമായി ഉപയോഗിക്കുന്നതിൽ നിന്ന് നമ്മൾ പിൻവലിഞ്ഞിട്ടുണ്ടോ? പ്രായമുള്ളവരാണെങ്കിലും പ്രായം കുറഞ്ഞവരാണെങ്കിലും നമുക്ക് നമ്മുടേതായ രീതിയിൽ സംസാരിക്കാൻ പറ്റുന്ന സ്ഥലമുണ്ട്. കുടുംബത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ, മക്കൾ ഒരുമിച്ചിരിക്കുമ്പോൾ, അപ്പം ചില പ്രായമുള്ളവർ ചിന്തിക്കും ഞങ്ങൾക്ക് ഫേസ്ബുക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. നിങ്ങൾ അപ്പനും മക്കളും ഒന്നിച്ചു കൂടുന്ന സമയത്ത് നിങ്ങളുടെ ഒരു കാര്യം പറയാൻ പരിശുദ്ധാത്മ ബോധ്യം തന്നാൽ കുടുംബത്തെ അത് പറയണം. മക്കളെ, ഇങ്ങനെയാണ് എനിക്ക് തോന്നണത്, നമ്മുടെ ഈ വസ്ത്രധാരണ രീതി ശരിയല്ല, നിങ്ങൾ അത് ആരെയും പേടിച്ച് പറയാതിരിക്കരുത്, അത് പറയണം. പറയുമ്പോഴാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നത്, പറയുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. അങ്ങനെ നിങ്ങളുടെ ഓരോരുത്തരുടെ ഉള്ളിൽ എന്തൊക്കെ പറയാൻ തോന്നണോ അതെല്ലാം നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പ്രാർത്ഥിച്ച് ദൈവകൃപയോടെ സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.